we are going to discuss about the basic anatomy and physiology of GIT. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാട്ടമി നമ്മുടെ GITക്കകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ ആൽഫ അക്കാഡമി. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ gastrointestinal system. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദ gastrointestinal system എന്ന് പറയുന്ന സംഭവം ഫ്രം ദ മൗത്ത് ടു ദ എയ്നസ് അല്ലെ, മൗത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, എയ്നസ്, എയ്നൽ സ്ഫിങ്ക്ചർ, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ഫ്രം ദ മൗത്ത് ടു ദ എയ്നസ് ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GIT അല്ലെങ്കിൽ gastrointestinal system എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ gastrointestinal സിസ്റ്റത്തിന്റെ വൺ ഓഫ് ദ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു gastrointestinal സിസ്റ്റത്തിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്തായിരിക്കും? ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആയിരിക്കും. അത് മാത്രമല്ല ഉള്ളത്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇൻജക്ഷൻ ഓഫ് ഫുഡ്, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു ദ മൗത്ത് ആൻഡ് ഫ്രം ദ മൗത്ത് ഷുഡ് പാസ്ഡ് ഇൻ ടു ദ ഫാരിങ്സ്, then esophagus, then stomach, then in the small intestine, large intestine, അങ്ങനെ പോകണം. So first injection അല്ല, ingestion ആണ്. And the second one is propagation, that means peristalsis, propagation വേണം. അതുപോലെ തന്നെ ആ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി digested, digestion വേണം. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനകത്ത് നിന്ന് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ഇൻ ടു ദ ബോഡി, അത് വേണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഈ ഒരു പറയുന്ന ഡൈജഷന്റെ അബ്സോർപ്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി, ദാറ്റ് മീൻസ് എലിമിനേഷൻ. സോ ഇൻജക്ഷൻ, പ്രൊപ്പഗേഷൻ, ദെൻ ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എലിമിനേഷൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള GIT സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഏത് സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ട്രക്ചറിനും അതിന്റെ അനാട്ടമിക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറയുന്നത് സെർട്ടൈൻ സ്ട്രക്ചേഴ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സെർട്ടൈൻ ഓർഗൻസ്. അപ്പോൾ നമ്മുടെ GITക്കകത്തുള്ള മെയിൻ ആയിട്ടുള്ള, അതല്ലെങ്കിൽ GITക്കകത്തുള്ള പൊതുവായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 മേജർ പാർട്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഔട്ടർ ലെയർ, ദാറ്റ് ഈസ് അഡ്വെന്റേഷ്യ. The second one is muscular layer, third one is submucosa, and the last one is mucosa. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. അഡ്വെന്റേഷ്യ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്കറിയാം ബ്ലഡ് വെസൽസിന്റെ ഏറ്റവും പുറത്തുള്ള കവറിംഗ് എന്ന് പറയുന്നത് അഡ്വെന്റേഷ്യ ആണ്, ട്യൂണിക്ക അഡ്വെന്റേഷ്യ. അതുപോലെ തന്നെയാണ് അഡ്വെന്റേഷ്യൽ ലെയർ. അപ്പോൾ ഏതൊരു സ്ട്രക്ചറിന്റെയും ഏറ്റവും പുറത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഏറ്റവും പുറത്തുള്ള കവറിംഗ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ദ ഓർഗൻ. ആ ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ പറയുന്ന ഔട്ടർ ലെയർ വരുന്നത്. സോ ദ അഡ്വെന്റേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ അതിനെ പറയുന്ന പേരാണ് പെരിറ്റോണിയം, ദാറ്റ് മീൻസ് പെരിറ്റോണിയൽ കവറിംഗ്. പെരിറ്റോണിയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സീറസ് മെംബ്രെയിൻ ഇൻ ദ ബോഡി. ലാർജസ്റ്റ് സീറസ് മെംബ്രെയിൻ ഇൻ ദ ബോഡി എന്നറിയപ്പെടുന്നത് നമ്മുടെ പെരിറ്റോണിയമാണ്. അപ്പൊ പെരിറ്റോണിയം ഉള്ളത് ആക്ച്വലി പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലായതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് ബോഡി ക്യാവിറ്റി എന്നറിയപ്പെടുന്നതും അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. അതാണ് ഇമ്പോർട്ടന്റ്. ദ ലാർജസ്റ്റ് ക്യാവിറ്റി ഈസ് അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് ദ ലാർജസ്റ്റ് സീറസ് മെംബ്രെയിൻ ഈസ് കോൾഡ് പെരിറ്റോണിയം. ഈ പെരിറ്റോണിയം തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിലോ അല്ലെങ്കിൽ സ്റ്റൊമക്കിനെയോ ആണ് കവർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് omentum. That means the fold of peritoneum enclosing the stomach is called omentum. omentum എന്നാണ് പറയുന്നത്, omentum. അപ്പൊ അതിൽ തന്നെ നമ്മുടെ സ്റ്റൊമക്കിന് 2 കർവച്ചർ ഉണ്ട്, ഗ്രേറ്റർ കർവച്ചർ ആൻഡ് ലെസർ കർവച്ചർ. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഗ്രേറ്റർ കർവച്ചർ ഓഫ് ദ സ്റ്റൊമക്ക് ഈസ് എൻക്ലോസ്ഡ് ബൈ എ മെംബ്രെയിൻ, ദാറ്റ് ഈസ് omentum. ദാറ്റ് ഈസ് കോൾഡ്, അതാണ് ഇമ്പോർട്ടന്റ്, പോലീസ്മാൻ ഓഫ് അബ്ഡോമൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ പോലീസ്മാൻ ഓഫ് അബ്ഡോമൻ എന്നറിയപ്പെടുന്നത് the greater omentum ആണ്. Greater omentum is otherwise known as policeman of abdomen because almost all kind of bacterial invasion അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇഞ്ചറി to be prevented to some extent. ഇപ്പൊ പോലീസ് എന്നാണ് നമുക്കറിയാം, നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗ്രേറ്റർ ഒമെന്റത്തിന്റെയും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്ട്രക്ചേഴ്സ് അണ്ടർലൈയിങ്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഒമെന്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് പോലീസ്മാൻ ഓഫ് അബ്ഡോമൻ. ഇപ്പൊ 4 പോയിന്റ് ഉണ്ട്. അബ്ഡോമിനൽ ക്യാവിറ്റി ഈസ് ദ ലാർജസ്റ്റ് ക്യാവിറ്റി, largest serous membrane is the peritoneum, and the fold enclosing the stomach is called omentum, and the greater omentum is otherwise known as policeman of abdomen. So ഇതാണ് അഡ്വെന്റേഷ്യൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. The second layer is called മസ്കുലർ ലെയർ. അപ്പൊ നമുക്കറിയാം മസ്കുലർ ലെയർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മസിൽസിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മസിൽസ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ there should be nerve supply അല്ലെ. അത് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് nerve supply തന്നെ വേണം. അത്തരത്തിലുള്ള nerve supply to the muscular layer is called, ഇതാണ് ഇമ്പോർട്ടന്റ്, മയോ എൻട്രിക് ഓർ ഓർബെക്സ് പ്ലക്ഷസ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ മയോ എൻട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും എഴുതും, കാരണം
മയോ റിലേറ്റഡ് ടു മസിൽ ആണ്, എൻട്രിക് റിലേറ്റഡ് ടു GIT ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരുന്ന ഇതായിരിക്കും, ദ നെർവ് സപ്ലൈ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവ്സ് which is seen in between the muscular layer of GIT is called orbex plexus. Orbex plexus എന്നാണ് അതിനാറ് പറയുന്നത്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്, കൺട്രോളിംഗ് ഓഫ് പെരിസ്റ്റാൾസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു ദ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അപ്പൊ പെരിസ്റ്റാൾസിസ് വേണമെങ്കിൽ അവിടെ എന്ത് വേണം, ദ മസ്കുലർ ലെയർ ഷുഡ് ബി മൂവ്ഡ്. അപ്പൊ ആ മസ്കുലർ ലെയറിന്റെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് വേണം അവിടെ, ദ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് nervous system should be there. So that is called orbex plexus or myoendric plexus. So the main function is controlling of peristalsis. Okay, പെരിസ്റ്റാൾസിസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള വേറൊരു പോയിന്റ് ആണ് the absence of peristalsis. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The absence of peristalsis is called achalasia. The achalasia is called absence of peristalsis. അപ്പൊ ഇങ്ങനെ ഒരു ആബ്സെൻസ് ഓഫ് പെരിസ്റ്റാൾസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ദ സർജിക്കൽ മാനേജ്മെന്റ് ഓഫ് അക്ലേഷ്യ ഈസ് കോൾഡ് ഹെല്ലേഴ്സ് പ്രൊസീജിയർ. ഹെല്ലേഴ്സ് പ്രൊസീജിയർ എന്നാണ് ഈ പറയുന്ന അക്ലേഷ്യയുടെ മാനേജ്മെന്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് അനാട്ടമി ആണെങ്കിൽ കൂടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇൻഡെപ്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഒപ്പം തന്നെ പഠിച്ചിട്ട് പോകും. സോ ദ കൺട്രോൾ ഓഫ് പെരിസ്റ്റാൾസിസ് എന്ന് പറയപ്പെടുന്ന ഓർബസ് പ്ലെക്സസ് ആണ്. ആബ്സെൻസ് ഇൻ അക്ലേഷ്യ എന്ന് പറയും. അതിന്റെ മാനേജ്മെന്റ് ആണ് ഹെല്ലേഴ്സ് പ്രൊസീജിയർ. ഓക്കെ, and the third layer is called submucosa. That means മസിലിന്റെ തൊട്ട് താഴെയുള്ളത് നമ്മൾ പറയുന്ന പേരാണ് submucosa, and the last layer is called mucosa. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മസ്കുലാർ ലെയറിൽ എന്തെല്ലാം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ടോ അതുപോലെ തന്നെയാണ് സബ്മ്യൂക്കോസൽ ലെയറിലും ഉള്ളത്. ഈ സബ്മ്യൂക്കോസൽ ലെയറിലുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് മിസിനേസ് പ്ലെക്സസ്. അതാണ് ഇമ്പോർട്ടന്റ്. മിസിനേസ് പ്ലെക്സസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓർബെക്സ് പ്ലെക്സസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു, മസ്കുലാർ ലെയറിലാണെന്നുണ്ടെങ്കിൽ മിസിനേസ് പ്ലെക്സസ് കാണപ്പെടുന്നത് സബ്മ്യൂക്കോസൽ ലെയറിലാണ്. which will control the secretion. അതും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ദ പ്ലെക്സസ് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ കൺട്രോളിങ് ദ സെക്രീഷൻ എന്നായിരിക്കും ചോദ്യം. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻ മാനേജ് ചെയ്യുന്ന പ്ലെക്സസിനെ പറയുന്നത്. ഏത് സെക്രീഷൻ ആയിക്കോട്ടെ, GITയുടെ ഏത് സെക്രീഷനും ആയിക്കോട്ടെ, the secretion is controlled by micinase plexus which is seen in the submucosa. സബ്മ്യൂക്കോസയിൽ കാണപ്പെടുന്ന പ്ലെക്സസിന് പറയുന്ന പേരാണ് മിസിനേസ് പ്ലെക്സസ് ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾ ദ സെക്രീഷൻ. അപ്പോൾ പെരിസ്റ്റാൾസിസ് കൺട്രോൾ ചെയ്യുന്നത് ഓർബസ് പ്ലെക്സസ് ആണ്, സെക്രീഷൻ കൺട്രോൾ ചെയ്യുന്നത് മിസിനേസ് പ്ലെക്സസ് ആണ്. ആൻഡ് അബൌട്ട് ദ മ്യൂക്കോസ, മ്യൂക്കോസയിൽ നമുക്ക് ഒറ്റ പോയിന്റ് പഠിക്കാനുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ ലൈക്ക് ദ മ്യൂക്കോസ, അതായത് ഏത് ഇന്റേണൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും എപ്പിത്തീലിയൽ ടിഷ്യൂസ് വിൽ ബി covered by that. So ആ കവർ ചെയ്തിരിക്കുന്ന, അതായത് GITയിൽ കവർ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. വെരി വെരി ഇമ്പോർട്ടന്റ്, ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് ദ കവറിംഗ് വിച്ച് epithelium which covers the mucosa. That is very important. So these are the main four structures or basic structures of GIT. The first one is adventitia, second one is muscular layer, third one is submucosa, and the fourth one is mucosa. ഇത് മൂന്നും ഈ നാലെണ്ണത്തിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ മിസിനേസ് പ്ലെക്സസ് അതുപോലെ തന്നെ ഓർബെക്സ് പ്ലെക്സസ് ഒക്കെ സം ഓഫ് യു, നിങ്ങൾ പല ആളുകൾക്കും പുതുതായിട്ടുള്ള ടെർമിനോളജീസ് ആയിരിക്കും, പക്ഷേ ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ്സ് PSCക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ എക്സാംസിനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ 4 ബേസിക് സ്ട്രക്ചേഴ്സ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് GIT, അതായത് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നെർവ് സപ്ലൈ എന്ന് അറിയപ്പെടുന്നത് വാഗസ് നെർവ് ആണ്. ആൻഡ് ദ വാഗസ് നെർവ് ഈസ് ദ 10th cranial nerve and it is a mixed nerve. Actually the vagus nerve എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മൾ CNS-ലാണ് പറയേണ്ടത്. എങ്കിൽ കൂടെയും രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പറയേണ്ടത് നമുക്ക് പറ്റില്ല. ദ ഫസ്റ്റ് വൺ ഈസ് ദ ലോങ്സ്റ്റ് cranial nerve is vagus nerve. ഇമ്പോർട്ടന്റ് ആണ്. ദ ലോങ്സ്റ്റ് cranial nerve എന്ന് അറിയപ്പെടുന്നത് വാഗസ് നെർവ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ only cranial nerve that are innervate the structures beyond the head and neck. നമുക്കറിയാം cranial nerve is originating ചെയ്യുന്നത് അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് ഒക്കെ വരുന്നത് മെയിൻ ആയിട്ട് ഹെഡ് ആൻഡ് നെക്കിലായിരിക്കും. പക്ഷേ the cranial nerve is the only cranial nerve that innervate the structures beyond എന്ന് പറഞ്ഞാൽ ഹെഡ് ആൻഡ് നെക്ക് അല്ലാണ്ട് വേറെ സ്ട്രക്ചേഴ്സിൽ വരും. അപ്പൊ നമുക്കറിയാം അബ്ഡോമിനിലേക്ക് അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്കൊക്കെയുള്ള മെയിൻ നെർവ് സപ്ലൈ എന്ന് അറിയപ്പെടുന്നത് വാഗസ് നെർവ് ആണ്. സോ ദിസ് ഈസ് ദ only cranial nerve that innervate the structures beyond the ഹെഡ് ആൻഡ് നെക്ക്. ബിയോണ്ട് ദ ഹെഡ് ആൻഡ് നെക്കിൽ മെയിൻ ആയിട്ട് ഇൻറ്റർവേറ്റ് ചെയ്തിരിക്കുന്ന ക്രീനിയൽ നെർവ് എന്നറിയപ്പെടുന്നത് വാഗസ് നെർവ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, മറന്നു വരുന്നത്. ഓക്കെ, സോ അബൌട്ട് ദ സ്ട്രക്ചേഴ്സ് ഓഫ് GITയുടെ സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഫ്രം ദ മൗത്ത് ടു ദ എയ്നസ് ആണ് സാധാരണ ആണ് എന്ത് കാണപ്പെടുന്നത്, GITയുടെ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. സോ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് GIT എന്നറിയപ്പെടുന്നത്
മൗത്ത് ആണ്. മൗത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മെയിൻ ആയിട്ട് നമുക്കറിയാം നമ്മുടെ വായ എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ലിപ്സ് ഉണ്ട്, ഗം ഉണ്ട്, ടീത്ത് ഉണ്ട്, ടങ് ഉണ്ട്. ഈ പറയുന്ന 4 സ്ട്രക്ചേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ മൗത്ത്. സോ അബൌട്ട് ദ മൗത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് വെസ്റ്റിബ്യൂൾ ആണ്. സോ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ദ സ്പേസ് ബിറ്റ്വീൻ ദ ഗം ആൻഡ് ചീക്ക്, നമ്മുടെ ഗമ്മിന്റെയും ചീക്കിന്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് മൗത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആന്റീരിയർലി ഹാർഡ് പാലറ്റ് ആൻഡ് പോസ്റ്റീരിയർലി സോഫ്റ്റ് പാലറ്റ് ആയിരിക്കും. അതായത് മൗത്ത് ക്യാവിറ്റി ഈസ് കമ്പോസ്ഡ് ഓഫ് ആന്റീരിയർലി ഹാർഡ് പാലറ്റ് upper part and the posterior part is soft palate. And the uvula, അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The curved muscular fold hanging down from the soft palate is called എന്നായിരുന്നു ചോദ്യം. എന്നിട്ട് ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു uvula ഉണ്ടായിരുന്നു, പാലറ്റൈൻ ടോൺസിൽസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടോൺസിൽസ് ഉണ്ടായിരുന്നു, അഡിനോയിഡ്സ് ഉണ്ടായിരുന്നു. സോ ദ ആൻസർ ഈസ് എല്ലാം സ്ട്രക്ചേഴ്സും ക്ലോസ്ലി അടുത്തടുത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ ദ പെക്യുലിയർ നെയിം ദാറ്റ് ഈസ് ദ കർവ്ഡ് മസ്കുലാർ ഫോൾഡ് ഹാങ്ങിങ് ഡൗൺ ഫ്രം ദ സോഫ്റ്റ് പാലറ്റ് എന്നറിയപ്പെടുന്നത് ഉവ്യൂളയാണ്. അതാണ് ഇമ്പോർട്ടന്റ്, ഉവ്യൂളയാണ് ദ കർവ്ഡ് മസ്കുലാർ ഫോൾഡ് ഹാങ്ങിങ് ഡൗൺ ഫ്രം ദ സോഫ്റ്റ് പാലറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ അബൌട്ട് ദ സ്ട്രക്ചേഴ്സ് ഓർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മൗത്തിന് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ലിപ്സില് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദ കോമണസ്റ്റ് കൊമൻസാല ഇൻ ദ മൗത്ത്. കൊമൻസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഗാനിസം വിച്ച് ഡസ് നോട്ട് കോസ് എനി ഹാം ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ഹാമും വരത്തില്ല. വിച്ച് ഈസ് സീൻ ഇൻ ദ സ്പേസ് വിച്ച് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനകത്ത് കാണപ്പെടുന്ന കോമണസ്റ്റ് കൊമൻസാല എന്നറിയപ്പെടുന്നത് ഈക്കോളയാണ്. ആ ഈക്കോളൈ ലാർജ് ഇൻറ്റസ്റ്റൈനകത്ത് നിന്ന് നമ്മുടെ ബോഡിക്ക് പുറത്തോട്ട് വന്ന് വീണ്ടും അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, പത്തോളജിക്കൽ ഓർഗാനിസം ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ കോമണസ്റ്റ് കോമൻസാല ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതുപോലെ തന്നെയാണ് ദ കോമണസ്റ്റ് കൊമൻസാല ഇൻ ദ മൗത്ത് എന്നറിയപ്പെടുന്ന ഓർഗാനിസം ബാസില്ലസ് ആസിഡോഫിലസ് ആണ്. മറന്നു വരുത്, ബാസില്ലസ് ആസിഡോഫിലസ്. ഇനി നമ്മൾ OBG ഒക്കെ പഠിക്കുമ്പോൾ ഡോഡർലൈൻ ബാസിലെ വിച്ച് സീൻ ഇൻ വജൈന എന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇവിടെ മാറിപ്പോരുത്. ബാസിലസ് ആസിഡോഫിലസ് ആണ് ദ കോമണസ്റ്റ് കൊമൻസാല വിച്ച് സീൻ ഇൻ ദ മൗത്ത്. മൗത്തിൽ കാണപ്പെടുന്ന കോമണസ്റ്റ് കൊമൻസാല. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, മറന്നു വരുത്, ബാസില്ലസ് ആസിഡോഫിലസ്. ഓക്കെ, then about the lips. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിപ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമുക്കറിയാം ഡിസീസ് കണ്ടീഷൻ ആയിട്ട് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് എന്ത്, സാധാരണയായിട്ട് നമുക്ക് വരാറുള്ള ആംഗൈലോസ്റ്റോമറ്റൈറ്റിസ് വരാറുണ്ട്. അതുപോലെ കിലോസിസ്, ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ, ഐ മീൻ ക്രാക്സ് ഇൻ ദ ലിപ്സ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാറുണ്ട്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള അനാട്ടമിയിൽ പഠിക്കാനുള്ളത് ദ മസിൽ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ ക്ലോസിംഗ് ഓർ ഓപ്പൺ ദ ലിപ്സ് ഓർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദ ലിപ്സ് ഈസ് കോൾഡ് ഓർബിക്കുലാരിസ് ഓറിസ്. അതാണ് ഇമ്പോർട്ടന്റ്. ഓർബിക്കുലാരിസ് ഓറിസ് ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, മറന്നു വരുത്. ഓർബിക്കുലാരിസ് ഓറിസ് ഈസ് ദ മസിൽ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ലിപ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐലിഡ്സിനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന മസിൽ എന്നറിയപ്പെടുന്നത് ഓർബിക്കുലാരിസ് ഒക്കുലയാണ്. ഒക്കുലൈ റിലേറ്റഡ് ടു ഐ ആണ്. അപ്പൊ അത് മറന്നു വരുത്. ഓർബിക്കുലാരിസ് ഓറിസ് ഫോർ ലിപ്സ് ആൻഡ് ഓർബിക്കുലാരിസ് ഒക്കുലൈ ഫോർ ഐ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ടങ്. ടങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ടങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കുലർ സ്ട്രക്ചറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദ ബാക്ക് ഓഫ് ദ ടങ് ഈസ് അറ്റാച്ച്ഡ് ടു എ ബോൺ ദാറ്റ് ഈസ് കോൾഡ് ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോണിനടുത്താണ് ഈ ടങ്ങിന്റെ അറ്റാച്ച്മെന്റ്, ബാക്ക് ഓഫ് ദ ടങ് അറ്റാച്ച്മെന്റ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹയോയിഡ് ബോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൺലി ബോൺ ദാറ്റ് ഡസ് നോട്ട് ഫോം എനി കൈൻഡ് ഓഫ് ജോയിന്റ്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ദാറ്റ് മീൻസ് നമുക്കറിയാം രണ്ട് ബോണുകൾ തമ്മിലുള്ള ജംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ജോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹയോയിഡ് ബോൺ ഹൈപ്പോയിഡ് അല്ല, ഹയോയിഡ് ആണ്, HYOID. ഹയോയിഡ് ബോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൺലി ബോൺ ദാറ്റ് ഡസ് നോട്ട് ഫോം എനി കൈൻഡ് ഓഫ് ജോയിന്റ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള ജോയിന്റും അത് ഫോം ചെയ്യുന്നില്ല. സോ ആ ഒരു ബോണിനോടാണ് നമ്മുടെ ടങ്ങിന്റെ ബാക്ക് സൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫ്ലോർ ഓഫ് ദ മൗത്ത് ഈസ് അറ്റാച്ച്ഡ് ബൈ, ഐ മീൻ ദ ഫ്ലോർ ഓഫ് ദ ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മൗത്ത് ബൈ ഫ്രെനുലം ലിംഗ്വേ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഫ്രെനുലം ലിംഗ്വേ. ഈ ഫ്രെനുലം ലിംഗ്വയുടെ ഡിഫക്റ്റ് കൊണ്ട്, അതായത് അതിന്റെ ഷോർട്ട്നെസ് കൊണ്ടൊക്കെ വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളതാണ്. ചില ആളുകൾക്ക് നിങ്ങൾ പറയാറില്ലേ കൊഞ്ഞപ്പാടുണ്ടെന്ന് പറയാറില്ല, അതായത് അവർ സംസാരിക്കുന്ന അത് ശരിക്കും നമുക്ക് അങ്ങ് മനസ്സിലാവത്തില്ല. അതിന് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, ടങ് ടൈ എന്ന് പറയാറുണ്ട്. പക്ഷേ ടങ് ടൈയുടെ എക്സാക്ട് ടെർമിനോളജിയാണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് ആങ്കൈലോഗ്ലോസിയ. ഗ്ലോസിയ റിലേറ്റഡ് ടു ടങ്. അപ്പൊ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോസൈറ്റിസ്. അപ്പൊ ഗ്ലോസിയ റിലേറ്റഡ് ടു ടങ് ആണെന്നുണ്ടെങ്കിൽ ആങ്കൈലോഗ്ലോസിയ റിലേറ്റഡ് ടു ടങ് ടൈ. ടങ് ടൈക്ക് നമ്മൾ പറയുന്ന പേരാണ് ആങ്കൈലോഗ്ലോസിയ. ആൻഡ്
ഇഫ് ദർ ഈസ് എനി കൺജനിറ്റൽ ആബ്സെൻസ് ഓഫ് ദ ടങ് ഒക്കേഴ്സ്, അങ്ങനെയും വരാം. ചില കുട്ടികൾക്ക് ടങ് ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഗ്ലോസിയ. റിലേറ്റഡ് ടു ആബ്സെൻസ് എന്നുള്ള അർത്ഥമാണ്. ഗ്ലോസിയ റിലേറ്റഡ് ടു ടങ്. സോ അഗ്ലോസിയ റിലേറ്റഡ് ടു ആബ്സെൻസ് ഓഫ് ദ ടങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് അഗ്ലോസിയ. ക്ലിയർ? Yes, sir. Okay. So next is about the certain disease conditions also there. അപ്പോൾ അതായത് നമുക്ക് സാധാരണയായിട്ട് നാവിന് വരാറുള്ളത് ഗ്ലോസൈറ്റിസ് നമ്മൾ പറഞ്ഞ ഇൻഫ്ലമേഷൻ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ല്യൂക്കോപ്ലാക്കിയ. സോ ല്യൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ല്യൂക്കോ റിലേറ്റഡ് ടു വൈറ്റ് എന്നുള്ള കളറാണ്. ദാറ്റ് മീൻസ് ല്യൂക്കോസൈറ്റ്സ്. ദാറ്റ് മീൻസ് എന്താണ്? വൈറ്റ് സെൽസ്, ബ്ലഡ് സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് ല്യൂക്കോസൈറ്റ്സ്. സോ ല്യൂക്കോ റിലേറ്റഡ് ടു വൈറ്റ് എന്നുള്ള അർത്ഥമാണ്. സോ ദ വൈറ്റ് എക്സ്റ്റെൻസീവ് പാച്ചസ് ഓൺ ദ ടങ് ഈസ് കോൾഡ്, tongue ആണ്, TONGUE, tongue is called leukoplakia. So the white extensive patch on the tongue is called leukoplakia. Okay, so what is the term used to denote the red velvety colored patch? അതിന് നമ്മൾ പറയുന്ന പേരാണ് നമുക്കറിയാം erythrocytes related to erythroplakia. That means the red velvety patch on the tongue. Red velvety patchന് നമ്മൾ പറയുന്ന പേരാണ് എറിത്രോപ്ലാക്കിയ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ്, ബട്ട് യു ഷുഡ് familiar with that particular terminologies. Okay, so leukoplakia white extensive color ആണെന്നുണ്ടെങ്കിൽ erythroplakia means red velvety patch on the tongue. Okay, then അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് പെയിൻ ഓൺ ദ ടങ്, പെയിൻ ഓൺ swallowing, ഡിഫിക്കൽട്ട് swallowing. ഈ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പെയിൻ ഓൺ ദ ടങ്ങിന് നമ്മൾ പറയുന്ന പേരാണ്, ഞാൻ പറഞ്ഞു ഗ്ലോസോ റിലേറ്റഡ് ടു ടങ് ആണ്, ഡൈനിയ റിലേറ്റഡ് ടു പെയിൻ. അപ്പൊ പെയിൻ ഓൺ ദ ബ്രസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റോഡൈനിയ എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ പെയിൻ ഓൺ ദ മസിൽസിന് നമ്മൾ മയാൾജിയ എന്നൊക്കെ പറയും. ഡൈനിയ റിലേറ്റഡ് ടു എന്താണ് മെയിൻ ആയിട്ട് പെയിൻ എന്നുള്ളതാണ്. സോ പെയിൻ ഓൺ ദ ടങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോസോഡൈനിയ. പക്ഷേ പെയിൻ ഓൺ സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഒഡൈനോഫാജിയ. അതാണ് ഇമ്പോർട്ടന്റ്. ഒഡൈനോ റിലേറ്റഡ് ടു ഞാൻ പറഞ്ഞു എന്താണ്? ഒഡൈനോ റിലേറ്റഡ് ടു പെയിൻ ആണ്, ഫാജിയ റിലേറ്റഡ് ടു സ്വാളോയിങ്. അപ്പോൾ പെയിൻ ഓൺ ദ സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന പേര് ഒഡൈനോഫാജിയ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് സ്വാളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നമുക്ക് ഡിഫിക്കൽട്ട് സ്വാളോയിങ് നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ആദ്യം വരിക? പെയിൻ കൊണ്ടാണ് സാധാരണയായിട്ട് ഡിഫിക്കൽട്ട് എല്ലാവർക്കും വരിക. അത് മാത്രമല്ല, ഇഫ് ദർ ഈസ് എനി മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഈസ് ദർ ഓർ ഇഫ് ദർ ഈസ് എനി മസ്കുലർ വീക്ക്നെസ് ഈസ് ദർ, വാട്ട് വിൽ ഹാപ്പൻ? ദ പേഷ്യന്റ് മേ ഹാവ് ഡിഫിക്കൽട്ട് സ്വാളോയിങ്. ആ ഡിഫിക്കൽട്ട് സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ഫാജിയ. അത് ഡിസ്ഫാജിയാണ്. ഡിസ്ഫാജിയാണ് സാധാരണയായിട്ട് ഡിഫിക്കൽട്ട് സ്വാളോയിങ്ങിന് പറയുന്നത്. പക്ഷെ പെയിൻ ഓൺ സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഒഡൈനോഫാജിയ. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ്. ഗ്ലോസോഡൈനിയ, ദാറ്റ് ഈസ് പെയിൻ ഓൺ ദ ടങ്. ഒഡൈനോഫാജിയ, പെയിൻ ഓൺ സ്വാളോയിങ്. ആൻഡ് ഡിഫിക്കൽട്ട് സ്വാളോയിങ് ഈസ് കോൾഡ് ഡിസ്ഫാജിയ. ഇമ്പോർട്ടന്റ് ആണ് ഡിസ്ഫാജിയ. ഓക്കെ, സോ നമുക്കറിയാം ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ടങ് എന്ന് അറിയപ്പെടുന്നത് ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ഡെഗ്ലൂട്ടീഷൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഡെഗ്ലൂട്ടീഷൻ. സോ ഡെഗ്ലൂട്ടീഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ ടെർമിനോളജി യൂസ്ഡ് ഫോർ ഡെഗ്ലൂട്ടീഷൻ, ദ ടെർമിനോളജി യൂസ്ഡ് ഫോർ ഗിവിംഗ് ദ നെയിം, ദ ടെർമിനോളജി ഗിവൺ ഫോർ സ്വാളോയിങ്. സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന മെഡിക്കൽ ടെർമിനോളജിയാണ് ഡെഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഗ്ലൂട്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്ക് ഉണ്ട്, ദെൻ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ടേസ്റ്റ് ബഡ്സ്. അപ്പൊ ടേസ്റ്റ് ബഡ്സിന്റെ വേറെ പേരാണ് പാപ്പില്ലേ. ഇമ്പോർട്ടന്റ് ആണ്. ദ ടേസ്റ്റ് ബഡ് ഈസ് അതർവൈസ് നോൺ ആസ് papillae. So there are mainly 3 types of taste buds are there. The first one is valate papillae. Valate papillae യുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് papillae. That means the largest taste bud is valate papillae. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. Okay, then the second one is ഫഞ്ചിഫോം ടേസ്റ്റ് ബഡ്. ഫഞ്ചിഫോം പാപ്പില്ലേ അല്ലെങ്കിൽ ഫഞ്ചിഫോം ടേസ്റ്റ് ബഡ് എന്ന് പറയുന്ന സംഭവം വിച്ച് ഈസ് മെയിൻലി സീൻ ഓൺ ദ ടിപ്പ് ഓഫ് ദ ടങ്. ടിപ്പ് ഓഫ് ദ ടങ്ങിലാണ് ഈ പറയുന്ന ഫഞ്ചിഫോം മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫിലിഫോം. സോ നമുക്കറിയാം ലാർജസ്റ്റ് വൺ വാലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് വൺ എന്നറിയപ്പെടുന്നത് ഫിലിഫോം പാപ്പിലയാണ്. ഈ ഫിലിഫോം പാപ്പില കാണപ്പെടുന്നത് മെയിൻ ആയിട്ട് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടങ്. സൈഡ്സ് ഓഫ് ദ ടങ്ങിലാണ് ഈ പറയുന്ന ഫിലിഫോം ടേസ്റ്റ് ബഡ് ഓർ പാപ്പില കാണപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഈ ഒരു തരത്തിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ലാർജസ്റ്റ് പാപ്പില ഈസ് കോൾഡ്. അപ്പൊ ലാർജസ്റ്റ് പാപ്പില എന്ന് അറിയപ്പെടുന്നത് വലൈറ്റ് ആണ്. ഫഞ്ചിഫോം എന്ന് അറിയപ്പെടുന്നത് ടിപ്പിൽ കാണപ്പെടുന്നതാണ്. ഫിലിഫോം എന്ന് അറിയപ്പെടുന്നത് സ്മോളസ്റ്റ് വൺ ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം 2009 or 2010 ജിപ്മറിൽ ചോദിച്ച ചോദ്യമായിരുന്നു. The area of the tongue which is responsible for detecting the taste sweet.
അതായത് നമുക്ക് മധുരം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് എന്ന് പറയപ്പെടുന്നത് ടിപ്പ് ഓഫ് ദ ടങ് ആണ്. മധുരം മാത്രമല്ല സാൾട്ടും. ഓക്കെ, അപ്പോ മേ ബി നമുക്കറിയാം കഴിഞ്ഞ DME എക്സാംസിന് എഴുതിയവർക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ദ ടേസ്റ്റ് ബഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദ ടേസ്റ്റ് സ്വീറ്റ് എന്നായിരിക്കും. ദ ആൻസർ ഈസ് മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ബഡ് എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഫഞ്ചിഫോം ആണ്. ബിക്കോസ് എന്തായിരിക്കും കാരണം? ബിക്കോസ് ദ സ്വീറ്റ് ടേസ്റ്റ് ഈസ് മെയിൻലി ഡിറ്റക്റ്റഡ് ഓൺ ദ ടിപ്പ് ഓഫ് ദ ടങ്. ടിപ്പ് ഓഫ് ദ ടങ്ങിലാണ് സ്വീറ്റ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ആ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ടിപ്പ് ഓഫ് ദ ടങ്ങിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടേസ്റ്റ് ബഡ് എന്ന് അറിയപ്പെടുന്നത് ഫഞ്ചിഫോം ആണ്. സോ ദ മെയിൻ ടേസ്റ്റ് ബഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദ ടേസ്റ്റ് ഓഫ് സ്വീറ്റ് ഈസ് കോൾഡ് ഫഞ്ചിഫോം പാപ്പില്ലേ. അങ്ങനെ ചിലപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതായിരുന്നു? പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ദ ഏരിയ ഓഫ് ദ ടങ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദ ടേസ്റ്റ് സ്വീറ്റ് ഈസ് കോൾഡ് ടിപ്പ് ഓഫ് ദ ടങ് ആണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, സ്വീറ്റ് മാത്രമല്ല സാൾട്ടും ഉണ്ട്. അപ്പൊ സ്വീറ്റ് ആൻഡ് സാൾട്ട് ഈസ് ഓൺ ദ ടിപ്പ് ഓഫ് ദ ടങ് വിച്ച് പാപ്പിൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദാറ്റ് വൺ? ഫഞ്ചിഫോം പാപ്പില്ലേ. യെസ്. ആൻഡ് ബിറ്റർ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമുക്കറിയാം മധുരത്തിന്റെ ഏറ്റവും നേരെ ഓപ്പോസിറ്റ് ആണ് കയ്പ് എന്ന് പറയുന്നത്. സോ കയ്പ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ടിപ്പില് സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബാക്ക് ഓഫ് ദ ടങ്ങിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റർ ടേസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ചവർപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് സൈഡ് ഓഫ് ദ ടങ്ങിലാണ്. സൈഡ് ഓഫ് ദ ടങ്ങിലാണ് മെയിൻ ആയിട്ട് ചവർപ്പ് അല്ലെങ്കിൽ സോർ ടൈപ്പ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാപ്പില എന്ന് പറയപ്പെടുന്നത് ഫിലിഫോം പാപ്പിലയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദ്യം അങ്ങനെയും വരാം. ദ പാപ്പില വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദ ടേസ്റ്റ് സോർ, ദാറ്റ് ഈസ് ഫിലിഫോം പാപ്പിലെ. So there are mainly 3 types of papillae are there. Volate papilla is the largest one, fungiform which is on the tip of the tongue, and filiform is the smallest one, and which is responsible for detecting the taste of salt. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പാർട്ട് എന്ന് പറയുന്നത് ടേസ്റ്റ് ബഡിനെ കുറിച്ച്, അതർവൈസ് കോൾഡ് പാപ്പില്ലേ. ക്ലിയർ ആയോ? ഓക്കെ. സോ നമ്മൾ ലിപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ ടങ് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ടീത്ത്. ടീത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും 2 തരത്തിലുള്ള ടീത്ത് ഉണ്ട്. നമ്മൾ 5 വയസ്സ് വരെ നമുക്കുണ്ടായിരുന്ന ടീത്ത് അല്ല, 5 വയസ്സിന് ശേഷം പല്ലൊക്കെ പറഞ്ഞു പോയിട്ട് പുതിയ പല്ല് നമുക്ക് വന്നിട്ടുണ്ട്. സോ 5 വയസ്സ് വരെയുള്ള പല്ലിന് നമ്മൾ പറയുന്ന പേരാണ് ടെമ്പററി ഡെന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ടീത്ത് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്, എന്ത് വേണമെങ്കിലും പറയാം. സോ ഈ 3 പേരും അതിന് നമ്മൾ പറയുന്നുണ്ട്, ടെമ്പററി, ഡെസിഡ്യൂസ് ഓർ milk teeth. Okay, so main item there are 20 numbers are there. That means on the upper gum there are 10 members are there, and the lower gum 10 members. അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് premolars are absent. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Which of the following teeth is absent in temporary deciduous or deciduous teeth? That is premolars. Premolars are absent in temporary dentition. അത് മാത്രമല്ല 3 മോളാസ് ആണ് സാധാരണയായിട്ട് അഡൽട്ടിൽ കാണപ്പെടാറുള്ളത്. പക്ഷേ ടെമ്പററി ഡെസിഡ്യൂസ് ഓർ ഡെസിഡ്യൂസ് ടീത്തില് 2 മോളാസേ കാണപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ദ ഫോർമുല ഫോർ ടെമ്പററി ഡെന്റിഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദാറ്റ് ഈസ് 20122102. ദാറ്റ് മീൻസ് 2 മോളാസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമോളാസ് ഉണ്ടാകത്തില്ല. ദെൻ 1 canine, 2 incises. അഗെയിൻ അത് നമ്മൾ തുടങ്ങുന്നത് ലാറ്ററൽ സൈഡ് ടു മിഡ് ലൈൻ ആണ്. അതായത് 2 മോളാർ, ദെൻ പ്രീമോളാർ ഇല്ല, 1 canine ഉണ്ട്, 2 ഇൻസിസേഴ്സ് ഉണ്ട്. ദെൻ അതിന്റെ തൊട്ടപ്പുറത്ത് വീണ്ടും അതായിരിക്കും വരുന്നത്, സെയിം തന്നെ ആയിരിക്കും. 2 ഇൻസിസേഴ്സ് ഉണ്ട്, 1 canine ഉണ്ട്, പ്രീമോളാസ് ഇല്ല, 2 മോളാസ്. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ ടെമ്പററി ഓർ ഡെസിഡ്യൂസ് ഡെന്റിഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ നേരെ അതായത് 20 എണ്ണമാണ്. ചിലപ്പോൾ അതും ചോദിക്കാം, ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ടെമ്പററി ടീത്ത് ആർ പ്രസന്റ് എന്ന് ചോദിക്കാം. 20 ആണ്, 10 in 10 റീച്ചറോ. പെർമനന്റ് ടീത്ത് ആകുമ്പോൾ നമ്മൾ പറയാറില്ല 32 പല്ല് എന്ന് പറയാറില്ലേ. സോ ഈ 32 പല്ലാണ് പെർമനന്റ് ടീത്തിൽ കാണപ്പെടുന്നത്. ദാറ്റ് മീൻസ് 16 ഓൺ ദ അപ്പർ ഗം ആൻഡ് 16 ഓൺ ദ ലോവർ ഗം. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, മെയിൻ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് 3 മോളാസ്, 2 പ്രീമോളാസ്, 1 canine and 2 incises. 3 മോളാസ് ഉണ്ട്, 2 പ്രീമോളാസ് ഉണ്ട്, 1 canine ഉണ്ട് ആൻഡ് 2 incises. ഈ canine ലെങ്ത് കൂടുമ്പോഴാണ് ശരിക്കും കാർബിവോറസ്, അതായത് നമ്മള് മാംസബുക്കുകൾ എന്ന് പറയില്ല. ഇപ്പൊ നമുക്കറിയാം ജന്തുക്കൾ, ഇപ്പൊ ഈ സിംഹം, കടുവ, പുലി പോലെയൊക്കെ അവരുടെയൊക്കെ canine നീളം കൂടുതലായിരിക്കും. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ കട്ടിങ് ദ ഫുഡ് മെറ്റീരിയൽ. അത് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് ഓർത്തിരിക്കണം. അഡൽട്ടിന്റെ ഫോർമുലയും ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 3 മോളാസ്, 2 പ്രീമോളാസ്, 1 canine, 2 incises, again 2 incises, 1 canine, 2 premolars and 3 molars. അതാണ് ഇമ്പോർട്ടൻറ്റ്, മറന്നു പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കാര്യമാണ് ടീത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ടീത്തിനകത്ത് കനൈനും ഇൻസിസേഴ്സും ഈസ് കോൾഡ് കട്ടിംഗ് ടീത്ത്. കട്ടിംഗ് ടീത്ത് എന്നറിയപ്പെടുന്നത് കനൈനും അതുപോലെ തന്നെ ഇൻസിസേഴ്സും ആണ്. അതുപോലെ പ്രീമോളാസും അതുപോലെ തന്നെ മോളാസിനെ നമ്മൾ പറയുന്നത് ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിംഗ് ടീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കട്ടിംഗ് ടീത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടീത്ത് ഈസ് എ കട്ടിംഗ് ടീത്ത് എന്നായിരുന്നു. എന്നിട്ട് കനൈൻ തന്നിട്ടുണ്ടായിരുന്നു, പ്രീമോളാസ്, സെക്കൻഡ് മോളാർ, തേർഡ് മോളാർ. അപ്പൊ അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി പറയുന്നതാണ്. 3 മോളാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് മോളാറും തേർഡ് മോളാറും തന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ ആ ഒരു ഇതിനകത്ത് പിടിക്കും. കാരണം എന്തുകൊണ്ട് ഇവർ സെക്കൻഡും തേർഡും തന്നു, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്. ആൻസർ ഈസ് കനൈൻ ആണ്, കനൈൻ ആൻഡ് ഇൻസിസേഴ്സ്. ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, 2 ഓപ്ഷനും കൂടെ വരത്തില്ല. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ ആൻസർ ഈസ് കനൈൻ ഓർ ഇൻസിസേഴ്സ്. കട്ടിംഗ് ടീത്ത് എന്നറിയപ്പെടുന്നത് കനൈനും ഇൻസിസേഴ്സും ആണ്. പ്രീ മോളാസും അതുപോലെ തന്നെ മോളാസും ആണ് ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അബൌട്ട് ദ നമുക്കറിയാം, ഏറ്റവും ആദ്യം പോകുന്ന പല്ല്, ഏറ്റവും ലാസ്റ്റ് പോകുന്ന പല്ല്, ഏറ്റവും ആദ്യം വരുന്ന പല്ല്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. സോ ദ ഫസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും സെൻട്രൽ ഇൻസിസേഴ്സ് നമുക്ക് നഷ്ടപ്പെടുന്നത് എത്രാമത്തെ ഏജിലായിരിക്കുന്നത്? കേട്ടില്ല. അതെ, അതായത് ഒരു 5 to 6 ഇയേഴ്സിലാണ് സാധാരണയായിട്ട് സെൻട്രൽ ഫസ്റ്റ് ടീത്ത് നമുക്ക് ലൂസ് ചെയ്യാം. യെസ്, 5ാമത്തെ വയസ്സിൽ. വെരി ഗുഡ്. ദെൻ ദ ഫസ്റ്റ് ടീത്ത് ഇറപ്റ്റ് എന്നറിയപ്പെടുന്നത് ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. ഫസ്റ്റ് ടീത്ത് ഇറപ്റ്റ് എന്നറിയപ്പെടുന്നത് ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ പറയുന്ന ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് നമുക്ക് വരുന്ന പ്രായം എത്രയായിരിക്കുന്നത്? 10 കേട്ടില്ല. 6 to 9 months. 6 to 9 months. That means approximately 5 to 6 monthsലാണ് സാധാരണയായിട്ട് 5 to 6 monthsലാണ് സാധാരണയായിട്ട് നമുക്ക് ഫസ്റ്റ് ടീത്ത് ഇറപ്ഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് എന്ന് നമുക്കറിയാം ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് വിൽ ബി ഇറപ്റ്റഡ് അപ് ടു വാട്ട് ഏജ് എന്നായിരുന്നു. അതായിരുന്നു ചോദ്യം. അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂ? ഇല്ല. നമുക്ക് അറിഞ്ഞിരിക്കണം ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ഈസ് ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് എന്ന്. അപ്പൊ നമ്മളെല്ലാവരും പീഡിയാട്രിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കുന്നതാണ്. 5 to 6 monthsലാണ് സാധാരണയായിട്ട് ടീത്ത് ഇറപ്ഷൻ വരിക എന്നുള്ളത് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഏത് ടീത്ത് ആണെന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് എന്നായിരിക്കില്ല ചോദ്യം. ചോദ്യതായിരിക്കും ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ഈസ് ഇറപ്റ്റഡ് ഓൺ വിച്ച് ഏജ് എന്നായിരിക്കും ചോദ്യം. സോ ദ ആൻസർ ഈസ് 5 to 6 months. കാരണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ദ ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ഈസ് ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ലോവർ സെൻട്രൽ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ എന്ന് അറിയപ്പെടുന്നത്, അതായത് ലാസ്റ്റ് ടീത്ത് ടു ദ ലാസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത്, ഇറപ്റ്റ് അല്ല, ദ ലാസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത് സെക്കൻഡ് മോളാർ ആയിരിക്കും. സെക്കൻഡ് മോളാർ ആണ്. ദ ഫസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. അതുപോലെ തന്നെ ദ ലാസ്റ്റ് ടീത്ത് ടു ലൂസ് എന്നറിയപ്പെടുന്നത് സെക്കൻഡ് മോളാർ ആണ്. ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് എന്നറിയപ്പെടുന്നത് ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഓൾ പെർമനന്റ്. ഈ മോളാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തേർഡ് മോളാർ ആണ്. ഇവിടെ മോളാർ എന്ന് പറയുന്നത് തേർഡ് മോളാർ ആണ്. തേർഡ് മോളാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ all permanent teeth are proceeded by the temporary or deciduous teeth except that means നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ വിസ്ഡം ടീത്ത് എന്ന് പറയാറുണ്ട് അല്ലെ. കുറച്ച് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് 19, 18 അല്ലെങ്കിൽ ഒരു 20 വയസ്സ്, ചില ആളുകൾക്ക് 25 വയസ്സിലൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പല്ലിന് നമ്മൾ പറയുന്ന പേരാണ് വിസ്ഡം ടീത്ത്. പല ആളുകൾക്കും പനി ഉണ്ടാവും, നല്ല മേലുവേദന, 2 ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ വിസ്ഡം ടീത്ത് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇറപ്ഷൻ ഓഫ് തേർഡ് മോളാർ ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത്, ബാക്കിയുള്ള എല്ലാ പല്ലിനും എന്തുണ്ട്? ഡെസിജിയസ് ടീത്ത് ഉണ്ട്. പക്ഷെ തേർഡ് മോളാറിന് മാത്രം ഡെസിജിയസ് ടീത്ത് ഇല്ല. ദാറ്റ് ഈസ് പെർമനന്റ്ലി ഇറപ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ തേർഡ് മോളാർ ഈസ് ദ ഓൾ പെർമനന്റ് ടീത്ത് ആർ പ്രൊസീഡഡ് ബൈ ടെമ്പററി ഓർ ഡെസിജിയസ് ടീത്ത് എക്സെപ്റ്റ് മോളാർ. മോളാറിന് മാത്രം എന്തില്ല? ഡെസിജിയസ് ഓർ ടെമ്പററി ടീത്ത് ഇല്ല. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതാണ്, ദ ഫസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ഈസ് ഇറപ്റ്റഡ് അപ് ടു വാട്ട് ഏജ് എന്നുള്ളത്. അപ്പൊ അത് 2 ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം. 5 to 6 months ആണ്. ഓക്കെ, സോ
അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഓൾ പെർമനന്റ് ടീത്ത് ഈസ് കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ് 12 ഇയേഴ്സ്. അത് നമുക്കറിയാം 5 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ നമുക്ക് പല്ല് പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 to 12 വയസ്സ് വരെ ആകുമ്പോഴേക്കും സാധാരണയായിട്ട് എന്ത് വരാറുണ്ട്, എല്ലാവർക്കും പെർമനന്റ് ടീത്ത് വരാറുണ്ട്. പക്ഷേ തേർഡ് മോളാറിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് മോളാറിന് എന്തില്ല, ഐ മീൻ 12 വയസ്സിലല്ലാതെ വരിക, ദാറ്റ് വിൽ ബി ഒക്കേഴ്സ് ബിറ്റ്വീൻ 18 to 25 ഇയേഴ്സ്. ദാറ്റ് മീൻസ് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. അപ്പൊ വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ വിസ്ഡം ടീത്ത് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് നമുക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വരുന്ന പല്ല് എന്നുള്ള അർത്ഥം കൂടെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ എക്സെപ്റ്റ് ദ തേർഡ് മോളാർ ഓൾ പെർമനന്റ് ടീത്ത് ആർ കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ് 12 ഇയേഴ്സ് എക്സെപ്റ്റ് third molar one because it will be erupted or completed at the age of 18 to 25 years of age. That is the important thing. Clear? Okay. So next is about the നമുക്കറിയാം ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനാമൽ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ടീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് അറിയപ്പെടുന്നത് ഇനാമലാണ്. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ സലൈവറി ഗ്ലാൻഡ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിപ്സ് പറഞ്ഞു, അതുപോലെ ടീത്ത് പറഞ്ഞു, ടങ് പറഞ്ഞു. ഇനി നമ്മുടെ വായ്ക്കകത്ത് എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. സലൈവ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്കകത്ത് എന്ത് നടക്കുള്ളൂ? ഡൈജഷൻ നടന്നു തുടങ്ങുകയുള്ളൂ. ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഇതായിരുന്നു. മൗത്തിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. മൗത്തിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതായിരുന്നു. The first organ or the first part of GIT which is responsible for ഡൈജഷൻ. അങ്ങനെയായിരുന്നു ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കൺസെപ്റ്റ് ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ മാത്രമേ വെച്ച് നടക്കുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ മാത്രമേ വെച്ച് നടക്കുള്ളൂ എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രം ദ മൗത്ത് ഇറ്റ് സെൽഫ് ദർ വിൽ ബി the starting of digestion occurs. Digestive process occurs, അല്ലെങ്കിൽ digestive process which will start from the mouth itself. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ the first component of our food which is digested first? I mean digestion എന്നുള്ള പ്രോസസ്സ് തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഡൈജസ്റ്റീവ് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്. സോ കാർബോഹൈഡ്രേറ്റ് is the first component. Yes, exactly. So carbohydrate is the component of food which is undergo first in the metabolism. Metabolism first happen ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിലാണ്, which is happening in the mouth with the help of an enzyme called, പറയാൻ പറ്റും ആർക്കെങ്കിലും? സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസിന് നമ്മൾ പറയുന്ന വേറെ പേരാണ് ടയാലിൻ. സോ സലൈവറി അമൈലേസ് അതർവൈസ് നോൺ ആസ് ടയാലിൻ. ഈ പറയുന്ന സലൈവറി അമൈലേസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സലൈവ വേണം. സോ മെയിൻലി there are 3 pairs of salivary glands are there. The first one is about the parotid gland. So the parotid gland is the salivary gland which is the largest salivary gland. അത് ഇമ്പോർട്ടന്റ് ആണ്. parotid gland is the largest salivary gland. മാറിപ്പോവരുത്. ടേസ്റ്റ് ബഡ്സിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയപ്പെടുന്നത് വാലൈറ്റ് ആണ്. അത് സലൈവറി ഗ്ലാൻഡ്സും അതുപോലെ തന്നെ ടേസ്റ്റ് ബഡ്സും മാറിപ്പോവരുത്. സലൈവറി ഗ്ലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്, ഐ മീൻ ടേസ്റ്റ് ബഡ്സ് മെയിൻ ആയിട്ടുള്ളത് വാലൈറ്റ്, ഫഞ്ചിഫോം, ഫിലിഫോം ആണ്. അത് മാറ്റി വെക്കുക. സലൈവറി ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ parotid gland is the largest salivary gland is parotid gland. അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ പറയുന്ന പരോട്ടിഡ് ഗ്ലാൻഡിന്റെ, അതായത് പരോട്ടിഡ് ഗ്ലാൻഡിനകത്ത് നിന്നും വരുന്ന സലൈവ ഇറ്റ് വിൽ ഓപ്പൺ ഇൻ ടു ദ മൗത്ത് ത്രൂ എ ഡക്ട് ദാറ്റ് ഈസ് കോൾഡ് പരോട്ടിഡ് ഡക്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. each side of below the external acoustic meatus. നമ്മുടെ എക്സ്റ്റേണൽ അക്കോസ്റ്റിക് മിയാറ്റസിന് താഴെയായിട്ടാണ് കാണുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺസ് ഇൻ ടു ദ മൗത്ത് by a duct is called a parotid duct. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. പക്ഷെ അനദർ നെയിം ഫോർ parotid duct ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. സ്റ്റെൻസെൻസ് ഡക്ട് എന്നാണ് അതിനറിയപ്പെടുന്നത്. സ്റ്റെൻസെൻസ് ഡക്ട്. സോ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, the parotid gland which opens into the mouth through a duct is called സ്റ്റെൻസെൻസ് ഡക്ട്. കാരണം ഇനി സബ് മാൻഡിബുലർ ഗ്ലാൻഡിലും അതുപോലെ തന്നെ സബ്ലിംഗൽ ഗ്ലാൻഡിലും നമുക്ക് ഡക്റ്റുകൾ പറയാനുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കണം. സ്റ്റെൻസെൻസ് ഡക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് parotid gland. ഓക്കെ. വേറൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ടയാലിൻ അല്ലെ, സലൈവറി അമൈലേസ് എന്നറിയപ്പെടുന്ന ടയാലിൻ ഈസ് സെക്രീറ്റഡ് ഓൺലി ബൈ parotid gland. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. സലൈവറി ഗ്ലാൻഡിനെ മൊത്തമായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടയാലിൻ ഈസ് സെക്രീറ്റഡ് ബൈ
സലൈവറി ഗ്ലാൻഡ് എന്നത്. ചിലപ്പോൾ ചോദ്യം അങ്ങനെയും വരാം. പ്രയാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ എൻസൈം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നതായിരിക്കും സലൈവറി ഗ്ലാൻഡ്, സ്റ്റൊമക്ക്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ ആൻസർ സലൈവറി ഗ്ലാൻഡ്. പക്ഷെ ഇൻഡെപ്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ടയലിൻ ഈസ് സെക്രീറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചിട്ട് പരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, സബ് ലിംഗൽ ഗ്ലാൻഡ് ആൻഡ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്കകത്ത് ഇല്ലാത്ത ഗ്ലാൻഡ് ഒക്കെ തരും, സബ് മാക്സിലറി ഗ്ലാൻഡ് എന്നൊക്കെ ചോദിക്കാം. സോ ദ ആൻസർ ഈസ് പരോട്ടിഡ് ഗ്ലാൻഡ്. പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ടയാലിൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരേ ഒരു സലൈവറി ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. സോ ദ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്, സ്റ്റെൻസൺസ് ഡക്ട്, ആൻഡ് ടയാലിൻ ഈസ് സെക്രീറ്റഡ് ഓൺലി ബൈ ദ പരോട്ടിഡ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്റ്റെൻസൺസ് ഡക്റ്റിലൂടെയാണ് പരോട്ടിഡ് ഗ്ലാൻഡ് അതിന്റെ സെക്രീഷൻസ് മൗത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സബ് മാൻഡിബുലർ ഗ്ലാൻഡും ഒരു ഡക്റ്റ് കൂടെയാണ് വരുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാം. പക്ഷേ വാർട്ടൻസ് ഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ പറ്റുന്ന ഇതിലേക്ക് നമ്മൾ എത്തണം. സോ വാർട്ടൻസ് ഡക്റ്റ് ഈസ് otherwise called submandibular duct through which the submandibular salivary gland is opening into the mouth. അതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്കറിയാം സബ് മാൻഡിബുലർ, മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോവർ ജോ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ആംഗിൾ ഓഫ് ജോ. ആംഗിൾ ഓഫ് ജോയിലാണ് അത് കാണപ്പെടുന്നത്. ദെൻ ഓപ്പൺസ് ഇൻ ടു ദ ഡക്ട് ഈസ് കോൾഡ് വാർട്ടൻസ് ഡക്ട്. ഇപ്പോൾ സ്റ്റെൻസൺസ് ഡക്ട് ഈസ് പരോട്ടിഡ് ഗ്ലാൻഡ്, വാർട്ടൻസ് ഡക്ട് ഈസ് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്. അതുപോലെ തന്നെയാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബാർത്തോളിൻസ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് അത് കാണപ്പെടുന്നത്? വജൈന. എക്സാക്ട്ലി. ബട്ട് വാട്ട് അബൌട്ട് ദ ബാർത്തോളിൻസ് ഡക്ട്? കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുത്തുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കണം. സബ്ലിംഗൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് സബ്ലിംഗൽ ഗ്ലാൻഡ് ആണ് സ്മോളസ്റ്റ് ഗ്ലാൻഡ്. സ്മോളസ്റ്റ് സലൈവറി ഗ്ലാൻഡ് സബ്ലിംഗൽ ആണ്. അതൊരു പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ഓപ്പൺ ഇൻ ടു ദ റാവിനോസ് ഡക്ട്, അതുപോലെ തന്നെ ബാർത്തോളിൻസ് ഡക്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഇപ്പൊ ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്നതായിരിക്കും ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നായിരിക്കും. നിങ്ങൾ ബാർത്തോളിൻസ് മാത്രമേ ബാർത്തോളിൻസ് ഡക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്നായിരിക്കും ചോദ്യം. നമുക്ക് എപ്പോഴും തെറ്റുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ചോദിച്ചിട്ട് എക്സെപ്റ്റ് ആയിരിക്കും ചോദിക്കുക. പക്ഷെ ഒരു ആദ്യത്തെ 5-6 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ശരിയായി, അപ്പൊ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് അതിലേക്ക് അങ്ങ് കൂടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് എക്സെപ്റ്റ് കാണില്ല, ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് നോട്ട് ഉണ്ടായിരിക്കും, നോട്ട് കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേപോലെയുള്ള വേർഡുകളായിരിക്കും. കഴിഞ്ഞ DME-ക്കകത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് കാണപ്പെടുന്നത് എവിടെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? മാൽപീജിയൻ ട്യൂബ്യൂൾസ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതെ അതെ. കാരണം കഴിഞ്ഞ DME-ക്കകത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ഫിസിക്സ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി ഉണ്ടായിരുന്നു, ബയോളജി ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു മാൽപീജിയൻ ട്യൂബ്യൂൾസ് അല്ല ചോദിച്ചത്, മാൽപീജിയൻ ബോഡീസ് ആർ സീൻ എന്നായിരുന്നു. ആ ക്വസ്റ്റ്യൻ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? കഴിഞ്ഞ DME എഴുതിയവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. മാൽപീജിയൻ ബോഡീസ് എന്നറിയപ്പെടുന്നത് ആക്ച്വലി നമ്മുടെ ബൊമാൻസ് ക്യാപ്സൂളിനെയും അതുപോലെ തന്നെ കിഡ്നി ട്യൂബ്യൂൾസിനെയും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന പേരിന് പറയുന്ന പേരാണ് മാൽപീജിയൻ ബോഡീസ്. ചോദിച്ചിരിക്കുന്ന ചോദ്യം മാൽപീജിയൻ ബോഡീസ് എന്നായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്തുണ്ടായിരുന്നു? ഗട്ട് ഓഫ് ദ കോക്രോച്ച് എന്നുണ്ടായിരുന്നു. തേർഡോ ഓർ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു കിഡ്നി ഉണ്ടായിരുന്നത്. അപ്പം മാൽപീജിയൻ എന്ന് മാത്രമേ ചില ആളുകൾ കണ്ടുള്ളൂ. 90% ആളുകളും കുത്തിയത് ഈ പറയുന്ന കോക്രോച്ചിന്റെ ഗട്ടാണ്. ആൻസർ തെറ്റാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണെങ്കിൽ ഓക്കെ, മാൽപീജിയൻ ബോഡീസ് ആണെന്നെങ്കിൽ ദാറ്റ് ഈസ് സീൻ ഇൻ ദ ഹ്യൂമൻ കിഡ്നി. അപ്പൊ അത് നമുക്ക് ഒന്നിനെങ്കിൽ ബേസിക് അനാട്ടമിയിലോട്ട് ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് ബയോളജി ആയിട്ട് നമുക്ക് എടുക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി. എനിവേ ഈ സമയത്ത് ഇനിയിപ്പോ നമ്മുടെ എക്സാമിന് ബയോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതകളാണ് ബാർത്തോളിൻസ് ഡക്റ്റും ബാർത്തോളിൻസ് ഗ്ലാൻഡും. നമ്മൾ ബാർത്തോളിൻസ് കാണുമ്പോഴേക്കും ഓപ്ഷനിൽ വജൈന കുത്തി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ബാർത്തോളിൻസ് ഡക്റ്റ് ആയിരിക്കും ചോദിച്ചിരിക്കുക. സോ ഓർത്തിരിക്കണം, സബ് ലിംഗൽ ഗ്ലാൻഡ് ഈസ് ഓപ്പൺ ഇൻ ടു റാവിനോസ് ഡക്ട് ആൻഡ് ബാർത്തോളിൻസ് ഡക്ട്. സോ ബാർത്തോളിൻസ് ഡക്ട് ഈസ് സീൻ എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം. ആൻസർ എന്താണ്? ബാർത്തോളിൻസ് ഡക്ട് ഈസ് സീൻ ഇൻ മൗത്ത് ആണ്, വജൈനയല്ല, മൗത്ത് ആണ്. ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഈസ് സീൻ ഇൻ വജൈന. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. സോ പരോട്ടിഡ് ഗ്ലാൻഡ് ലാർജസ്റ്റ് വൺ ആണ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ് വാർട്ടൻസ് ഡക്റ്റിലാണുള്ളത്, സബ് ലിംഗൽ സ്മോളസ്റ്റ് വൺ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓപ്പണിംഗ് ഇൻ ടു ദ റാവിനസ് ഡക്ട് ഓർ ബാർത്തോളിൻസ് ഡക്ട്. ക്ലിയർ ആയോ? ഓക്കെ. സോ ക്യാൻ യു ടെൽ മീ ദ ഇൻഫ്ലമേഷൻ ഓഫ് സലൈവറി ഗ്ലാൻഡ്? സലൈവറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ പറയുന്ന പേര് പെരോട്ടൈറ്റിസ്. ദെൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ?
Parotitis means the inflammation of the parotid gland മാത്രമാണ്. Parotid gland ഇൻഫ്ലമേഷൻ മാത്രമേ നമ്മൾ parotitis എന്ന് പറയുള്ളൂ. Salivary gland ഇൻഫ്ലമേഷൻ പറയുന്ന പേരാണ് sialadenitis. മറന്നു പോകരുത്, ചിലപ്പോൾ ചോദിക്കാം. തെറ്റിപ്പോവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്, മിക്കവാറും എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. സലൈവറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ പരോട്ടൈറ്റിസ് എന്നല്ല പറയുന്നത്. പരോട്ടൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ് ഓൺലി. ദ സിയാലാഡിനൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് salivary gland. Salivary gland in the inflammation പറയുന്ന പേരാണ് sialadenitis. What is the terminology used for presence of stone in the salivary gland? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? The term used for presence of stone in the salivary gland is called സെയിം തന്നെയാണ് സിയാലോലിത്തിയാസിസ്. ചിലപ്പം ഓപ്ഷനകത്ത് പരോട്ടിഡോലിത്തിയാസിസ് ഒക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ടെർമിനോളജി ഒന്നും ഇല്ല കേട്ടോ. സോ ഓർത്തിരിക്കണം, ദ പ്രസൻസ് ഓഫ് സ്റ്റോൺ ഇൻ ദ സലൈവറി ഗ്ലാൻഡ് ഈസ് കോൾഡ് സിയാലോലിത്തിയാസിസ്. ലിത്തിയാസിസ് റിലേറ്റഡ് ടു പ്രസൻസ് ഓഫ് സ്റ്റോൺ. സോ സിയാലോലിത്തിയാസിസ് മീൻസ് സലൈവറി ഗ്ലാൻഡിനകത്തുള്ള സ്റ്റോണിന്റെ ഫോർമേഷൻ പറയുന്ന പേരാണ് സിയാലോലിത്തിയാസിസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ദ pH ഓഫ് ദ സലൈവ. സലൈവയുടെ pH ഇമ്പോർട്ടന്റ് ആണ്. 6.35 to 6.85 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 6.35 to 6.85 അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ. നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന സലൈവയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലിറ്റർ പെർ ഡേ ആണ്. പെർ ഡേ 1.5 ലിറ്റർ. ഈ 1.5 ലിറ്റർ തന്നെയാണ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എമൗണ്ട്. അപ്പൊ രണ്ടും ഓർത്തിരിക്കുക. 1.5 ലിറ്റർ പെർ ഡേ ആണ് സലൈവയുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷനും അപ്രോക്സിമേറ്റ്ലി. ആൻഡ് pH is 6.35 to 6.85 ചോദിച്ചിട്ടുള്ളതാണ്. 6.35 to 6.85 ദ നോർമൽ pH ഓഫ് ദ സലൈവ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഫ്രം ദ മൗത്ത് ഇറ്റ് സെൽഫ് ദ ഡൈജഷൻ ഓഫ് ദ കാർബോഹൈഡ്രേറ്റ് ഹാപ്പൻസ് അല്ലെ. അതിനുവേണ്ടി സഹായിക്കുന്നതാണ് സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ടയാലിൻ എന്ന് പറയുന്നത്. ഈ ടയാലിൻ ആണ് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? പരോട്ടിഡ് ഗ്ലാൻഡ് അല്ലെ. പരോട്ടിഡ് ഗ്ലാൻഡ് മാത്രമാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ടയാലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, നമ്മൾ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള, അതായത് ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് പോലെയുള്ള സാധനങ്ങൾ കുറെ നേരത്തേക്ക് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇറക്കാണ്ട് കുറെ നേരത്തേക്ക് ചവച്ചു കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് സ്വീറ്റ്നെസ് വിൽ ബി ദർ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ മധുരമൊന്നും ഇല്ലാത്ത എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കുറെ നേരം ചവച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നാൽ അത് സംഭവം ഇത്രേ, അതിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. അതെന്ന് പറയുന്നത് സ്വീറ്റ്നെസ് ഉണ്ടാവും. ആ സ്വീറ്റ്നെസ് ഉണ്ടാവുന്നത് അവർ തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്വീറ്റ്നെസ് ഉണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറുന്നത്, അതായത് ഡൈസാക്രൈഡോ അല്ലെങ്കിൽ പോളിസാക്രൈഡോ ആയിട്ടുള്ള ഷോർട്ട് ചെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ പോളിസാക്രൈഡോ അല്ലെങ്കിൽ ഡൈസാക്രൈഡോ എന്തായിട്ട് മാറുമ്പോൾ മോണോസാക്രൈഡ് ആയിട്ട് മാറുന്ന സമയത്താണ് ഏത് എൻസൈമാണ് അതിന് സഹായിക്കുന്നതുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസറുകളോ അത്രയും ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമുക്ക് ആൻസർ വേണ്ടത്, അതായത് നമ്മൾ വായിക്കേണ്ടതെന്ന് പറയുന്നത് വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡൈജഷൻ ഓഫ് ഡൈസാക്രൈഡ് ഇൻ ദ മൗത്ത്, ദാറ്റ് ഈസ് ടയാലിൻ ഓർ സലൈവറി അമൈലേസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സലൈവറി ഗ്ലാൻഡ്. ഇനി സലൈവറി ഗ്ലാൻഡിൽ അല്ലെങ്കിൽ അതിന്റെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നായിരുന്നു. പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് കാർബോഹൈഡ്രേറ്റ് തന്നെ പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പോളിസാക്രൈഡ്സ് ഉണ്ട്, ഡൈസാക്രൈഡ്സ് ഉണ്ട്, മോണോസാക്രൈഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ഡൈസാക്രൈഡ്സ്, മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്, പോളിസാക്രൈഡ്സ് എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും സ്റ്റാർച്ചും അതുപോലെ തന്നെ ഗ്ലൈക്കോജനുമാണ്. ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റാർച്ച് ആർ ദ പോളിസാക്രൈഡ്സ് ആണ്. അതുപോലെ തന്നെ ഡൈസാക്രൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സാക്രൈഡ് കൂടി ചേർന്നിട്ടുള്ളതാണ് ഡൈസാക്രൈഡ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഡൈസാക്രൈഡ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് മോണോസാക്രൈഡ്സ് പറയാം. കാരണം രണ്ട് മോണോസാക്രൈഡ്സ് കൂടി ചേർന്നിട്ടാണ് ഡൈസാക്രൈഡ്സ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റാർച്ചും ഗ്ലൈക്കോജനും പോളിസാക്രൈഡ്സ് ആണ്. മോണോസാക്രൈഡ്സ് എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ താഴെ വരുന്ന ഗാലക്ടോസ്. സോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആർ ദ മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള പോളിസാക്കറൈഡ് ആവട്ടെ ഡൈസാക്രൈഡ് ആവട്ടെ ഇതെല്ലാം ഡൈജഷൻ നടന്നിട്ട് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്കാണ് പോകുന്നത്. ആ സിംപ്ലസ്റ്റ് ഫോം എന്നറിയപ്പെടുന്നതാണ് മോണോസാക്രൈഡ്. നിങ്ങൾ ഏത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് ഫോം ഓഫ് ഡൈജഷൻ എന്നറിയപ്പെടുന്നത് മോണോസാക്രൈഡ്സ് ആണ്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഗാലക്ടോസിനും ഫർദർ
ഡൈജഷൻ നടക്കുന്നില്ല. ദാറ്റ് വിൽ ബി ഡയറക്ട്ലി അബ്സോർബ്ഡ് ഇൻ ടു ദ ബോഡി. അത് നിങ്ങൾ BSc കഴിഞ്ഞവർക്ക് ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. GLUT1, GLUT5, GLUT2 എന്നൊക്കെ. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. മോണോസാക്കറൈഡ്സ് ഡസ് നോട്ട് അണ്ടർഗോ ഫോർ എനി കൈൻഡ് ഓഫ് ഫർദർ ഡൈജഷൻ. ആ പോയിന്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണന്റ് ഡസ് നോട്ട് അണ്ടർഗോ ഫർദർ ഡൈജഷൻ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ തന്നതായിരുന്നു ഗാലക്ടോസ്, സുക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. അപ്പൊ നമുക്കറിയാം ഗാലക്ടോസ് എന്ന് പറയുന്ന സംഭവം മോണോസാക്രൈഡ് ആണ്. മോണോസാക്രൈഡ് ഡസ് നോട്ട് അണ്ടർഗോ ഫോർ എനി കൈൻഡ് ഓഫ് ഫർദർ ഡൈജഷൻ. ആ പോയിന്റ് ഓർത്തിരിക്കണം. അപ്പൊ അത് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ മോണോസാക്രൈഡ്സ് ഏതാ തന്നിരിക്കണം? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. മനസ്സിലായോ? ഇനി ഈ പറയുന്ന മോണോസാക്രൈഡ്സ് കൂടി ചേർന്നിട്ടാണ് ഡൈസാക്രൈഡ്സ് വരുന്നത്. ഡൈസാക്രൈഡ്സ് എന്ന് പറയപ്പെടുന്നത് സുക്രോസ്, ലാക്ടോസ് ആൻഡ് മാൾട്ടോസ് ആണ്. SLM എന്ന് ആലോചിക്കുക. സുക്രോസ്, ലാക്ടോസ് ആൻഡ് മാൾട്ടോസ്. ഈ സുക്രോസ് എന്ന് പറയുന്ന സംഭവം മെയിൻ ആയിട്ട് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഒരു മോളിക്യൂൾ ഓഫ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നതും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ് ആണ്. ഈ മോണോസാക്രൈഡിന്റെ ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കൂടി ചേർന്നിട്ടാണ് സുക്രോസ് ഉണ്ടായിട്ടുള്ളത്. ലാക്ടോസ് എന്ന് പറയുന്നത് 2 ഗാലക്ടോസ് ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടായിട്ടുള്ളത്. സോറി, 2 ഗ്ലൂക്കോസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ലാക്ടോസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മാൾട്ടോസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുള്ളത് 2 ഗാലക്ടോസ് ചേർന്നിട്ടാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇതെങ്കിലും ആലോചിച്ചിരിക്കുക. മോണോസാക്രൈഡ്സ് എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ആണ്. ഡൈസാക്രൈഡ്സ് എന്നറിയപ്പെടുന്നത് സുക്രോസും ലാക്ടോസും മാൾട്ടോസുമാണ്. ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബിക്കോസ് ചോദിച്ചിരിക്കുന്ന ചോദ്യം അതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫർദർ ഡൈജഷന് മോണോസാക്രൈഡ്സ് ഉണ്ടാവത്തില്ല. I mean, monosaccharides does not undergo for further digestion. അതുകൊണ്ട് ആ 3 പഠിച്ചിരിക്കണം. It does not go for digestion. It will be readily absorbed into the body. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഫാരിങ്സ്. ഫാരിങ്സിനെ കുറിച്ച് നമുക്ക് അധികം ഒന്നും GIT-ക്കകത്ത് പറയാനുള്ള 3 പാർട്ട് ഉണ്ട്. നാസോഫാരിങ്സ് വിച്ച് ഈസ് ഓൺലി ഫോർ എയർ, അല്ലെ? നാസോഫാരിങ്സ് ഓൺലി ഫോർ എയർ ആണ്. Then oropharynx and laryngopharynx is common for the air and food. Air and food common pathway എന്നറിയപ്പെടുന്നത് മെയിൻ ആയിട്ട് oropharynx ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓറോഫാരിങ്സിലാണ് പാലറ്റൈൻ ടോൺസിൽസ് കാണപ്പെടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓറോഫാരിങ്സിലാണ് പാലറ്റൈൻ ടോൺസിൽസ് കാണപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ദ നാരോസ്റ്റ് പാർട്ട് ഓഫ് GIT. നാരോസ്റ്റ് പാർട്ട് ഓഫ് GIT എന്നറിയപ്പെടുന്നത് ഈസോഫാജിയൽ ജംഗ്ഷൻ ആണ്. ഫാരിഞ്ചിയോ ഈസോഫാജിയൽ ജംഗ്ഷൻ. ദാറ്റ് മീൻസ് ഇഫ് ദ ഏരിയ അല്ലെങ്കിൽ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഫാരിങ്സ് ആൻഡ് ഈസോഫാഗസ്, ഫാരിങ്സ് ചെന്നിട്ട് ഈസോഫാഗസിൽ ചേരുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ ആണ് ദ നാരോസ്റ്റ് പാർട്ട് ഓഫ് GIT എന്നറിയപ്പെടുന്നത്. മാറിപ്പോരുത്. നാരോസ്റ്റ് പാർട്ട് ഓഫ് GIT itself, it is called ഫാരിഞ്ചിയോ ഈസോഫാജിയൽ ജംഗ്ഷൻ അറ്റ് ദ ലെവൽ ഓഫ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അത് മെയിൻ ആയിട്ട് അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഫാരിങ്സ് ടെർമിനേറ്റ്സ് ഇൻ ടു ഈസോഫാഗസ്. ദാറ്റ് മീൻസ് ഫാരിങ്സ് ഈസോഫാഗസ് ആയിട്ട് മാറുക എന്നുള്ള അർത്ഥമല്ല. ഫാരിങ്സ് കഴിഞ്ഞിട്ട് ഈസോഫാഗസ് തുടങ്ങുന്ന ആ ഭാഗം എന്ന് പറയുന്നത് സെക്കൻഡ് തൊറാസിക് വെർട്ടിബ്രയുടെ ലെവലിലായിരിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദ ഫാരിങ്സ് ഈസ് ടെർമിനേറ്റ്സ് ഇൻ ടു ഈസോഫാഗസ് അറ്റ് ദ ലെവൽ ഓഫ് വിച്ച് വെർട്ടിബ്രേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് അറ്റ് ദ ലെവൽ ഓഫ് സെക്കൻഡ് തൊറാസിക് വെർട്ടിബ്രേ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പോയിന്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് നാരോസ്റ്റ് പാർട്ട് ഓഫ് ദ GIT ഈസ് ഫാരിഞ്ചിയോ esophageal junction, first point. And the second point is at the level of second thoracic vertebrae, the pharynx is terminated into esophagus. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മറന്നു വരുത്. കാരണം നാരോസ്റ്റ് പാർട്ട് ഓഫ് GIT ആണ് ഫാരിഞ്ചിയോ ഈസോഫാജിയൽ ജംഗ്ഷൻ. നാരോസ്റ്റ് പാർട്ട് ഓഫ് കോളൻ എന്നറിയപ്പെടുന്നത് സിഗ്മോയിഡ് കോളൻ ആണ്. അത് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത് മാറിപ്പോരുത്. GIT-യുടെ മൊത്തത്തിലുള്ള നാരോസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്നത് ഫാരിഞ്ചിയോ ഈസോഫാജിയൽ ജംഗ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഈസോഫാഗസ്. ഈസോഫാഗസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹോളോ മസ്കുലർ സ്ട്രക്ചർ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക് ഫ്രം ദ മൗത്ത്, അല്ലെ? നമ്മുടെ മൗത്തിനകത്ത് നിന്നും സ്റ്റൊമക്കിലേക്ക് ഫുഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഹോളോ മസ്കുലർ സ്ട്രക്ചർ ആണ്, അല്ലെ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദ ലെങ്ത് ഓഫ് ഈസോഫാഗസ് ഈസ് 25 സെന്റിമീറ്റർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി പറയുന്ന പോയിന്റുകളെല്ലാം ഈസോഫാഗസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ലെങ്ത് ഓഫ് ഈസോഫാഗസ് ഈസ് 25 സെന്റിമീറ്റർ. ഇതേ ലെങ്ത് ഉള്ള വേറൊരു സാധനം നമ്മുടെ ബോഡിക്കകത്തുണ്ട്. പറയാൻ പറ്റും ആർക്കെങ്കിലും? ദാറ്റ് ഈസ് യൂറീറ്റേഴ്സ്. നമ്മുടെ യൂറീറ്റർ എന്ന് പറയപ്പെടുന്ന സംഭവം 25 സെന്റിമീറ്റർ ലെങ്ത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ
ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ 2 ടൈപ്പ് ഓഫ് സ്പിങ്ചർ. ഇമ്പോർട്ടന്റ് ആണ്. 2014 DME, അതായത് ഫസ്റ്റ് DMEക്കകത്ത് വെച്ചൊരു ചോദ്യമായിരുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേറ്റ് അപ്പർ പാർട്ട് ഓഫ് ദ ഈസോഫാഗസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ sphincter that is called cricopharyngeal sphincter. Cricopharyngeal sphincter. It is the upper part, and the lower part is guarded by a sphincter that is called cardiac sphincter. 2014 DMEയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ കാർഡിയാക് സ്പിഞ്ചർ ഈസ് സീൻ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഹാർട്ട് ഉണ്ടായിരുന്നു. ഈ കാർഡിയാക് സ്പിഞ്ചർ ഈസോഫാഗസിൽ വായിക്കാത്ത ഒരാള് 100% ഞാൻ പറയാം ആളുകൾ അതിനകത്ത് കുത്തും. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കാർഡിയാക് റിലേറ്റഡ് ടു നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ എന്താണ്, ഹാർട്ടാണ്. സോ കാർഡിയാക് സ്പിഞ്ചർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹാർട്ട്. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, തെറ്റാണ്. ലോവർ പാർട്ട് ഓഫ് ദ ഈസോഫാഗസ്, ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ദ ഈസോഫാഗസ്, വേർ ദ പോയിന്റ് ദ ഈസോഫാഗസ് ജോയിൻസ് ദ സ്റ്റൊമക്. സ്റ്റൊമക്കിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ പാർട്ടിലാണ് എന്ത് കാണപ്പെടുന്നത്, കാർഡിയാക് സ്പിഞ്ചർ കാണപ്പെടുന്നത്. ദയവേദ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. സോ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, നമുക്കറിയാം ഈസോഫാഗസ് എന്ന് പറയുന്ന സംഭവം എവിടെയാണുള്ളത്, ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈസോഫാഗസ് ആണ്. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി അല്ലെ. പക്ഷെ തൊറാസിക് ക്യാവിറ്റിയിലെ ഉള്ള ഈസോഫാഗസ് എവിടെ എത്തുന്നുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നുണ്ട്. ഈ സ്റ്റൊമക്കിനെയും അതുപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡോം ഷേക്ക് മസ്കുലർ സ്ട്രക്ചർ ആണ് എന്ത്, ഡയഫ്രം എന്ന് പറയുന്നത്. സോ അറ്റ് ദ ലെവൽ ഓഫ് T10, ദാറ്റ് മീൻസ് തൊറാസിക് വെർട്ടിബ്ര 10, the diaphragm will be pierced by esophagus. That means ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്തിട്ട് ഈസോഫാഗസ് എന്തായിട്ട് മാറും, അബ്ഡോമിനൽ ഓർഗൻ ആയിട്ട് മാറും, അബ്ഡോമിനിലേക്ക് ഇറങ്ങും. സോ അത് അറ്റ് ദ ലെവൽ ഓഫ് T10 ആണ്. തൊറാസിക് വെർട്ടിബ്ര 10 ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മറന്നു പോകരുത്. സോ അറ്റ് ദ ലെവൽ ഓഫ് തൊറാസിക് വെർട്ടിബ്ര 10, the diaphragm pierces the, the esophagus pierces the diaphragm. ഓക്കെ, അത് പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഡയഫ്രമാറ്റിക് ഹയാറ്റസ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന കൺജനിറ്റൽ അബ്നോർമാലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഹയാറ്റസ് ഹെർണിയ ഓർ ബോഷ് ഡാലക് ഹെർണിയ. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഹയാറ്റസ് ഹെർണിയ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ കേട്ടിരിക്കണം, ബോഷ് ഡാലക് ഹെർണിയ. സോ ദ കൺജനിറ്റൽ ഹയാറ്റസ് ഹെർണിയ ഇസ് അതർവൈസ് കോൾഡ് ബോഷ് ഡാലക് ഹെർണിയ. അതിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ defect is in the anterior part, that is called Morgagni hernia, and if the defect is on the posterior part, that is called Bosch Dalek hernia. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് Bosch Dalek hernia പറയെങ്കിലും it is typically associated with the defect in the posterior part. If the defect is present on the anterior part, that is called Morgagni hernia. So hiatus hernia is divided into two: anteriorly Morgagni hernia and posteriorly Bosch Dalek hernia. So this is about the esophagus. Okay. സോ ഈസോഫാഗസിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതിന്റെ ലെങ്ത് പഠിക്കണം. ദെൻ അപ്പർ പാർട്ട് ഫാരിഞ്ചിയോ ക്രിക്കോഫാരിഞ്ചിയൽ സ്പിഞ്ചർ ഉണ്ട്. ലോവർ പാർട്ടിന് കാർഡിയാക് സ്പിഞ്ചർ ഉണ്ട്. പിയേഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് T10 ഇൻ ഡയഫ്രമാറ്റിക് ഹയാറ്റസ്. കൺജനിറ്റൽ അബ്നോർമാലിറ്റി നമ്മൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയും. ആന്റീരിയർ പാർട്ടിനെ മോർഗാഗ്നി ഹെർണിയ എന്ന് പറയും. പോസ്റ്റീരിയർ ഡിഫക്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ബോഷ് ഡാലക് ഹെർണിയ. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്ലേഷ്യ. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അക്ലേഷ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, അത് ഓർത്തിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്റ്റൊമക്. അപ്പോൾ ഈസോഫാഗസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് സ്റ്റൊമക് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റൻസിബിൾ പാർട്ട് ഓഫ് ദി GIT. ദാറ്റ് മീൻസ് ഏറ്റവും വലുപ്പം, ഡിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ട് ഡിസ്റ്റന്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് എന്ന് പറയപ്പെടുന്നത് സ്റ്റൊമക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ മോസ്റ്റ് ഡിസ്റ്റൻസിബിൾ പാർട്ട് ഓഫ് ദ GIT എന്ന് അറിയപ്പെടുന്നത് സ്റ്റൊമക് ആണ്. ആൻഡ് ദ കപ്പാസിറ്റി ഈസ് 1.5 ലിറ്റർ ഓർ മോർ. 1.5 ലിറ്റർ ആണ് അതിന്റെ സാധാരണയായിട്ടുള്ള കപ്പാസിറ്റി എന്ന് അറിയപ്പെടുന്നത്. J ഷേപ്ഡ് വണ്ണാണ്, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ എപ്പിഗാസ്ട്രിക് റീജിയൻ, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ. അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം, മേ ബി ചാൻസ് ഫോർ ആസ്കിങ്. സോ എപ്പിഗാസ്ട്രിക് റീജിയൻ, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയനിലാണ് കാണപ്പെടുന്നത്. ഷേപ്പ് ചിലപ്പോൾ ചോദിക്കാം. J ഷേപ്ഡ് വണ്ണാണ്. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ S ഷേപ്പ് ആണ്, S ഷേപ്പ് അല്ല, J ഷേപ്ഡ് വണ്ണാണ് സാധാരണയായിട്ട് സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഒരു സ്റ്റൊമക്കിന് 3 പാർട്ട് ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഫണ്ടസ്. ഫണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസോഫാഗസ് വന്ന് ജോയിൻ ചെയ്യുന്ന, അതായത് ഏറ്റവും അപ്പർ മോസ്റ്റ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ബോഡി എന്ന് പറയുന്ന പാർട്ടുണ്ട്. ബോഡി, അതായത് അതിന്റെ തൊട്ട് താഴെയുള്ള പാർട്ടിന് ബോഡി എന്ന് പറയും. And the third one is pylorus. Pylorus എന്ന് പറഞ്ഞാൽ the third part of stomach which is joins to the small intestine. Small intestineനോട് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റൊമക്കിന്റെ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് പൈലോറസ്.
പൈലോറസിന്റെ പ്രത്യേകത, the pylorus is guarded by a sphincter that is called a pyloric sphincter. Pyloric sphincter എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പിങ്ചർ. അപ്പൊ സ്പിങ്ചർ രണ്ട് തരത്തിലുണ്ട് സ്റ്റൊമക്കില്. ഒന്ന് എന്ന് പറയുന്നത് അപ്പർ ആണ്. അപ്പൊ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക് ഈസ് ഗാർഡഡ് ബൈ വിച്ച് സ്പിങ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് സ്പിങ്ചർ ആണ്. കാരണം എന്താണ്? അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കിലാണ് എന്ത് വന്ന് ജോയിൻ ചെയ്യുന്നത്? ഈസോഫാഗസ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഈസോഫാഗസിന്റെ ലോവർ പാർട്ട് ഈസ് കവേർഡ് ബൈ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ബൈ എ സ്പിങ്ചർ കോൾഡ് കാർഡിയാക് സ്പിങ്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർഡിയാക് സ്പിങ്ചർ ഈസ് സീൻ ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക് ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക് ഈസ് ഗാർഡഡ് ബൈ എ സ്പിങ്ചർ ദാറ്റ് ഈസ് കോൾഡ് പൈലോറിക് സ്പിങ്ചർ. പൈലോറിക് സ്പിങ്ചർ അനാറ്റമിക്കലി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. The gatekeeper of stomach is called pylorus or pyloric sphincter. Important ആണ്. The gatekeeper of stomach is called pyloric sphincter. ഈ pyloric sphincterന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റെനോസിസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പൈലോറിക് സ്റ്റെനോസിസ്. ആക്ച്വലി ദാറ്റ് കണ്ടീഷൻ കംസ് ഇൻ ദർ പീഡിയാട്രിക്സ്, പക്ഷെ പറയുകയാണ് പൈലോറിക് സ്പിങ്ചർ എന്ന് പറയാറുണ്ട്. ഈ പൈലോറിക് സ്പിങ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് പൈലോറിക് സ്പിങ്ചർ എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്. പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ് സാധാരണയായിട്ട് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻസ് ഓഫ് പൈലോറിക് സ്റ്റെനോസിസ് എന്ന് അറിയപ്പെടുന്നത് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്. അപ്പൊ മറന്നു വരുത്, പൈലോറിക് സ്റ്റെനോസിസിന്റെ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്. ദ ഗേറ്റ് കീപ്പർ ഓഫ് സ്റ്റൊമക് എന്ന് അറിയപ്പെടുന്നത് പൈലോറസ് ആണ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ ക്യാൻസർ ഇൻ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ ക്യാൻസർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാർട്ട് എന്ന് അറിയപ്പെടുന്നത് ആൻഡ്രം ആണ്. ദ ഫസ്റ്റ് പാർട്ട് ആൻഡ്രം ആണ് സാധാരണയായിട്ട് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ ക്യാൻസർ ഓഫ് സ്റ്റൊമക്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് the secretions of the gastric secretion. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 ലിറ്റർ ആണ് സലൈവയുടെ എന്ന് പറഞ്ഞു. ഏകദേശം അത്ര തന്നെയാണ് സ്റ്റൊമക്കിന്റെ വരുന്നത്. അറൌണ്ട് 2 liters ആണ് വരുന്നത്. pH വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1.5 to 3.5 ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് pH ഇത്രയും കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹൈലി അസിഡിക് ആണ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റഡ് ഇൻ ദ സ്റ്റൊമക്. അപ്പൊ ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് കൊണ്ടാണ് pH 1.5 to 3.5 ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദർ ആർ 3 types of cells are there. The first one is chief cells or zymogen cell. അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. Chief cells or zymogen cells produces pepsinogen. Pepsinogen or pepsin is produced by chief cells or zymogen cell. The second cell is called parietal cell, which produces hydrochloric acid and intrinsic factor. Hydrochloric acid and intrinsic factor is produced by parietal cell. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ചെറിയ ചെറിയ മൈക്രോബ്സ് ഒക്കെ ഡ്യൂ ടു ദ ഹൈ അസിഡിറ്റി ഓഫ് ദ ഹൈഡ്രോക്ലോറിക് ആസിഡ് it will be restricted. Can you tell me the name for absence of hydrochloric acid? Aclohydria. So aclohydria is the absence or the term used for absence of hydrochloric acid. Okay, then the intrinsic factor എന്ന് പറയുന്ന സംഭവം which is helpful for the activation of vitamin B12. vitamin B12ന്റെ ആക്ടിവേഷന് വേണ്ടി സഹായിക്കുന്ന ഫാക്ടർ എന്ന് പറയപ്പെടുന്നത് ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. വൈറ്റമിൻ B12 ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വൈറ്റമിൻ B12 ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നിങ്ങളിൽ എത്ര പേര് MSc എൻട്രൻസ് എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഈ വർഷത്തെ 2020 MSc എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു which of the following anemia, I mean അത് പറയുന്നതിന് മുന്നേ what is the peculiar anemia which is maybe due to the deficiency of vitamin B12? Pernicious anemia. Very good. Pernicious anemia. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. Okay, what is the another name of pernicious anemia? അതാണ് ഇമ്പോർട്ടന്റ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, വെരി ഗുഡ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എറിത്രോസൈറ്റ്സിന്റെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ സൈസും അനുസരിച്ചാണ്. ബിക്കോസ് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, മൈക്രോസൈറ്റിക് അനീമിയ ആയിരിക്കും. ദാറ്റ് മീൻസ് എറിത്രോസൈറ്റ്സിന്റെ നോർമൽ സൈസ് എന്ന് പറയുന്ന സൈസിനേക്കാളും കുറവായിരിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ വരിക. ഈ പെർനീഷ്യസ് അനീമിയയിൽ വരുന്നത് എറിത്രോസൈറ്റ്സ് ഇച്ചിരി കൂടെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ദ അനദർ നെയിം ഫോർ pernicious anemia is an important Addison's anemia. Important ആണ് Addison's anemia എന്നാണ് ആ ഡിസീസ് നമ്മൾ പറയുന്നത്. ഓക്കെ, Addison's anemia, ADDI
SONS. ഓക്കെ, നിങ്ങൾ ആഡിസൺസ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, വാട്ട് ഈസ് Yes, നമ്മുടെ sir. ആഡിസൺസ് ഡിസീസ്? ആഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഓർ ഹൈപ്പോകോർട്ടിസോളിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പം ചോദ്യം ചോദിക്കുന്നതായിരിക്കും ആഡിസൺസ് അനീമിയ എന്നായിരിക്കും ചോദ്യം. പക്ഷെ നിങ്ങൾ വായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഡിസൺസ് എന്ന് മാത്രമേ വായിക്കുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഹൈപ്പോ കോർട്ടിസോളിസം എന്തായിരിക്കും? ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചിലപ്പം പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കണം, ആഡിസൺസ് അനീമിയ ഇസ് അതർവൈസ് കോൾഡ് pernicious anemia, which may be due to the deficiency of vitamin B12. What is the another name for vitamin B12? സൈനോകോബലാമിൻ എന്നാണ് ഈ പറയുന്ന വൈറ്റമിൻ B12ന്റെ വേറെ പേര് പറയുന്നത്. സൈനോകോബലാമിൻ. ദെൻ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഈ സൈനോകോബലാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B12ന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ ആനിമൽ ഒറിജിൻ ഫുഡ്. ആനിമൽ ഒറിജിൻ ഫുഡ്, അതായത് നോൺ വെജിറ്റേറിയൻസിന് മാത്രമേ ഫുഡിലൂടെ വൈറ്റമിൻ B12 കിട്ടുകയുള്ളൂ. വെജിറ്റേറിയൻസിന് ഫുഡിലൂടെ വൈറ്റമിൻ B12 കിട്ടില്ല. ഇപ്രാവശ്യത്തെ MSc എൻട്രൻസിന് ചോദിച്ച ചോദ്യമായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനീമിയ ഈസ് സീൻ ഓൺലി ഇൻ വെജിറ്റേറിയൻ പീപ്പിൾ. വെജിറ്റേറിയൻ പീപ്പിളിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന അനീമിയ ഏതാണെന്നായിരുന്നു. ആൻസർ ഈസ് പെർനീഷ്യസ് അനീമിയ. ബിക്കോസ് പെർനീഷ്യസ് അനീമിയ വരാൻ കാരണം എന്താണ്? വൈറ്റമിൻ B12 ആണ്. ആൻഡ് വൈറ്റമിൻ B12 ഈസ് സീൻ ഓൺലി ഇൻ ആനിമൽ ഒറിജിൻ ഫുഡ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മറന്നു വരുത്. ദെൻ ഒരു പോയിന്റും കൂടെ നമുക്ക് പെർനീഷ്യസ് അനീമിയയെ കുറിച്ച് പറയാനുണ്ട്. ദാറ്റ് ഈസ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 ഓർ പെർനീഷ്യസ് അനീമിയ. പറയാൻ പറ്റുമോ? ഷില്ലിംഗ് ടെസ്റ്റ്. ഷില്ലിംഗ് ടെസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ ദ ഷില്ലിംഗ് ടെസ്റ്റ് ഈസ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, സോ ദ parietal cell which is responsible for the production of intrinsic factor, and that intrinsic factor is responsible for the activation of vitamin B12. Vitamin B12 deficiency പറയുന്ന പേരാണ് പെർനീഷ്യസ് അനീമിയ, അതർവൈസ് കോൾഡ് ആഡിസൺസ് അനീമിയ. സൈനോകോബലാമിൻ എന്നാണ് അതിന്റെ വേറെ പേര്. ഷില്ലിംഗ് ടെസ്റ്റ് ആണ് അതിന്റെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. ഓക്കെ, and the third cell which is seen in the stomach എന്നറിയപ്പെടുന്നത് ഗോബ്ലെറ്റ് സെൽസ് ആണ്. and the goblet cells responsible for the production of mucus. ഈ മ്യൂക്കസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ layers of the stomach from the high acidic activity of the hydrochloric acid. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത് പറയുന്ന പാർട്ടാണ്. അപ്പൊ സ്റ്റൊമക്കിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സൈസ് 1.5 ലിറ്റർ ആണ്, മോസ്റ്റ് ഡിസ്റ്റൻസിബിൾ പാർട്ട് ആണ്, ജെ ഷേപ്ഡ് വൺ. ദെൻ ഫണ്ടസ് ഉണ്ട്, ബോഡി പൈലോറസ് ഉണ്ട്. 2 liters per day ആണ് അതിന്റെ സെക്രീഷൻ വരുന്നത്. pH will be 1.5 to 3.5. The sphincter will be upper part cardiac sphincter and lower part is the pyloric sphincter, and the gatekeeper of the stomach is called pylorus. Pyloric stenosis ഉണ്ട്. Pyloric stenosis-ന്റെ മോസ്റ്റ് കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് സെൽസ്. അതിൽ ചീഫ് സെൽസ് ഓർ സൈമോഗൻ സെൽസ് പ്രൊഡ്യൂസേഴ്സ് pepsinogen or pepsin. Parietal cells produces hydrochloric acid or intrinsic factor. Goblet cells produces mucus. Okay, and the stomach കഴിഞ്ഞ പിന്നെ അടുത്ത വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് എലിമെന്ററി കനാൽ എന്ന് പറയപ്പെടുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. പറയാൻ പറ്റുമോ ലെങ്ത് എത്രയാന്നുള്ളത്? 5 meter ആണ് സാധാരണയായിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ നോൺ ഡിസ്റ്റൻഡ്, അതായത് നമ്മൾ ഫുഡൊന്നും കഴിക്കാത്ത സമയത്ത് 5 meters ആണ് സാധാരണയായിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലെങ്ത് വരാറുള്ളത്. ഫുഡൊക്കെ കഴിച്ച് ഡിസ്റ്റൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കംസ് ടു 8 meters. 8 meter വരെ സാധാരണയായിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലെങ്ത് വരാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദ ഡിസ്റ്റൻസിബിൾ പാർട്ട് എന്ന് പറയപ്പെടുന്നത് സ്റ്റൊമക്ക് ആണെന്നുണ്ടെങ്കിൽ ലോങ്സ്റ്റ് പാർട്ട് എന്ന് പറയപ്പെടുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ സെക്രീറ്റ് ദിസ് സെക്രീഷൻ. വാട്ട് ഈസ് ദ ടൈം യൂസ്ഡ് ടു ഡിനോട്ട് ദ secretion of small intestine? Small intestine secretion നമ്മൾ പറയുന്ന പേര് സക്കസ് എൻഡറിക്കസ്. സക്കസ് എൻഡറിക്കസ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയാറുള്ളത്? ഈ പറയുന്ന സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ സെക്രീഷന് നമ്മൾ പറയാറുള്ളത് സക്കസ് എൻഡറിക്കസ്. ഓക്കെ, സോ pH എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി എന്തായിരിക്കും? ആൽക്കലൈൻ ആയിരിക്കും. കാരണം സലൈവ അതുപോലെ തന്നെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം അസിഡിക് ആണ്. സോ ഇറ്റ് ഷുഡ് ബി ന്യൂട്രലൈസ്ഡ് ബൈ സം കൈൻഡ് ഓഫ് ആൽക്കലൈൻ സൊല്യൂഷൻ. ദാറ്റ് ഈസ് pH will be 7.8 to 8.3 സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സോ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ട് കാരണം നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ടൈം ലാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഷുഡ് കംപ്ലീറ്റ് ദ ടോപ്പിക് വിത്തിൻ 10 minutes. സോ ഇച്ചിരി സ്പീഡിൽ നമ്മൾ പോകും.
സോ ശ്രദ്ധിക്കാം. സോ ഹലോ, നോട്ട് സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ല. ആർക്കും കാണുന്നില്ല? ഇല്ല സർ, കാണുന്നുണ്ട്. ഇല്ല സർ, കാണുന്നുണ്ട് സാർ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പല ആളുകൾക്കും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ അവിടുത്തെ കാണുന്നുണ്ട്. നിങ്ങളുടെ നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നമായിരിക്കും. കാരണം കാണുന്നില്ലെങ്കിൽ ആർക്കും കാണത്തില്ല. പക്ഷെ കുറച്ച് ആളുകൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി കാണാത്ത ആളുകളുടെ നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നോക്കിയാൽ മതി. ഓക്കെ. സോ നമുക്കറിയാം the small intestine is divided into 3 parts: duodenum, jejunum and ileum. So the duodenum എന്ന് പറയുന്നതാണ് the first part. അത് 25 cm ലെങ്ത് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പക്ഷെ ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. the horse shoe shaped part of small intestine എന്നായിരിക്കും ചോദ്യം വരുന്നത്. the answer is duodenum. Duodenum is the horse shoe shaped part of the small intestine. Okay, then very important, the area of digestion. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് which of the following is the main area of digestion എന്ന് വെച്ചിട്ട് stomach, large intestine, small intestine. അതുപോലെ തന്നെ മൗത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ദ മെയിൻ ഏരിയ ഫോർ ഡൈജഷൻ എന്നറിയപ്പെടുന്നത് ഡിയോഡിനം ആണ്. അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ദ ഏരിയ ഓഫ് ഡൈജഷൻ. ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എസ്പെഷ്യലി ഡിയോഡിനം ഈസ് ദ മെയിൻ ഏരിയ ഫോർ ഡൈജഷൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് കൈം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഫുഡ്, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് വായിക്കകത്ത് നിന്ന് ഈസോഫാഗസിലെത്തി സ്റ്റൊമക്കിലെത്തി ആൻഡ് ഇറ്റ് വിൽ ബി മിക്സ്ഡ് വിത്ത് സം കൈൻഡ് ഓഫ് എൻസൈംസ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് വാട്ട് എവർ ഇറ്റ് മേ ബി. ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുന്ന ബോളസ് രൂപത്തിലുള്ള ഫുഡ് മെറ്റീരിയൽ ഡിയോഡിനത്തിലെത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൈം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കൈം എന്ന് അറിയപ്പെടുന്നത്. CHYME, കൈം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് presence of hepatopancreatic ampulla, otherwise called ampulla of Vater. That means നമുക്കറിയാം നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രം പോരാ, ബൈൽ വേണം, അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ജ്യൂസും വേണം. ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസും ബൈലും ഡിയോഡിനത്തിലേക്ക് എത്തുന്ന ആ ഒരു വഴി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോർട്ടൽ ഓഫ് എൻട്രിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആംപുല ഓഫ് വാറ്റർ, അതർവൈസ് കോൾഡ് ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ആംപുല. ഈ ഹെപ്പാറ്റിക് പാങ്ക്രിയാറ്റിക് ആംപുലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്പിങ്ചർ ഉണ്ട്. ആ സ്പിങ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പിങ്ചർ ഓഫ് ഓഡി. ഇമ്പോർട്ടന്റ് ആണ്. ദ സ്പിങ്ചർ വിച്ച് ഈസ് സീൻ ഇൻ ആംപുല ഓഫ് വാറ്റർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം ദ സ്പിങ്ചർ വിച്ച് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ബൈൽ ആൻഡ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഇൻ ടു ദ ഡിയോഡിനം. എങ്ങനെ ചോദിച്ചാലും ആൻസർ ഈസ് സ്പിങ്ചർ ഓഫ് ഓഡി എന്നാണ്. ദ സ്പിങ്ചർ ഓഫ് ഓഡി ഈസ് ദ ഗാർഡിംഗ് ആംപുല ഓഫ് ഗാർഡനിങ് സ്പിങ്ചർ ഓഫ് ദ ആംപുല ഓഫ് വാറ്റർ. ചിലപ്പം ചോദിക്കാം സ്പിങ്ചർ ഓഫ് ഓഡി സീൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് എന്നായിരിക്കും. ആംപുല ഓഫ് വാറ്റർ ചോദിക്കാം, അല്ലെങ്കിൽ ആംപുല ഓഫ് വാറ്റർ ഇല്ലാണ്ട് ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിയോഡിനം ചോദിക്കാം. ഇപ്പൊ ഡിയോഡിനം ആണെന്നുണ്ടെങ്കിൽ അതിന് എഴുതാം. അതല്ല ആംപുല ഓഫ് വാറ്റർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ആൻസർ, ബിക്കോസ് ദ സ്പിങ്ചർ ഓഫ് ഓഡി വിച്ച് വിൽ ഗാർഡ് ദ ആംപുല ഓഫ് വാട്ടർ. വാട്ടർ അല്ല, വെയിറ്റർ എന്നാണ്. വാട്ടർ എന്ന് പറയുന്നത് വെയിറ്റർ. ഓക്കെ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് പറയുന്നത് ദ അഗ്രിഗേറ്റഡ് ലിംഫ് നോഡ്സ്. നമുക്കറിയാം നമ്മുടെ ഇപ്പൊ നിങ്ങൾക്കറിയാം ടൈഫോയിഡ് ഫീവറിനകത്തൊക്കെ നമുക്ക് പേഷ്യൻസ് എന്ത് പറയാറുണ്ട്? അബ്ഡോമിനൽ പെയിൻ പറയാറുണ്ട് അല്ലെ? ഈ അബ്ഡോമിനൽ പെയിൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലിയത്തിൽ വരുമ്പോൾ പറയും പേയേഴ്സ് പാച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്രിഗേറ്റഡ് ലിംഫ് നോഡ്സ് ഉണ്ട്. ആ ലിംഫ് നോഡ്സിന്റെ ഇൻഫ്ലമേഷനെ കൊണ്ടാണ് സാധാരണയായിട്ട് ടൈഫോയിഡ് ഫീവറിൽ പേഷ്യന്റിന് അബ്ഡോമിനൽ പെയിൻ വരാറുള്ളത്. അതുപോലെ തന്നെ അഗ്രിഗേറ്റഡ് ലിംഫ് നോഡ്സ് വിച്ച് ഈസ് സീൻ ഇൻ ദ ഡിയോഡിനം ഈസ് കോൾഡ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മറന്നു വരുന്നത്. ദ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഈസ് സീൻ ഇൻ ദ duodenum or aggregated lymph nodes which is seen in the duodenum is called Brunner's gland. Important ആണ് Brunner's gland. Okay. Then secretions important ആയിട്ടുള്ളതാണ്. There are certain kind of secretions are there from the duodenum or from the small intestine that is called cholecystokinin, otherwise called pancreoenzymin. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. The pancreozymin, the secretion from the duodenum is called എന്ന് ചോദിച്ചിട്ടുണ്ട് pancreozymin, otherwise called CCK. That means cholecystokinin. cholecystokinin, otherwise called pancreozymin. അതുപോലെ തന്നെ വേറൊരു സെക്രീഷൻ ആണ് സെക്രീറ്റിൻ എന്ന് പറയപ്പെടുന്നത്. സോ ഡിയോഡിനത്തിന് രണ്ട് സെക്രീഷൻ ആണ്, ഒന്ന് പാൻക്രിയോസൈമിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെക്രീറ്റിൻ. സോ ദ പാൻക്രിയോസൈമിൻ ഈസ് അതർവൈസ് കോൾഡ് cholecystokinin, otherwise called pancreozymin. ഈ cholecystokinin പ്രത്യേകത കോളി റിലേറ്റഡ് ടു ബൈൽ, സിസ്റ്റോകൈനിൻ റിലേറ്റഡ് ടു എന്താണ്? ഫ്ലോ ആണ്. സോ cholecystokinin or the pancreoenzymin is the enzyme or the secretion which is responsible for the flow of bile. അങ്ങനെ തന്നെ ചിലപ്പം ചോദിക്കാം. അപ്പൊ മറന്നു പോരുത്, pancreozymin or cholecystokinin is the main secretion of duodenum. Okay. Then next is about the
ജെജുനം. സെക്കൻഡ് പാർട്ട് ഈസ് ജെജുനം. ജെജുനത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ലെങ്ത് മാത്രമേ പറയാനുള്ളൂ. 2 മീറ്റർ ലെങ്ത് ആണ് സാധാരണയായിട്ട് ജെജുനത്തിന് വരാറുള്ളത്. ആൻഡ് തേർഡ് വൺ ഈസ് ഇലിയം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇലിയം. ഇലിയത്തിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതാണ്. ILEUM ആണ് ഇലിയം. ഓക്കെ, ബട്ട് ILIUM ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പെൽവിസ്. അതെ, പെൽവിസ്. പെൽവിസിന്റെ മൂന്നാം പാർട്ടാണ് എന്ത്? ഇലിയം. ILIUM എന്ന് പറയുന്നത്. ILEUM എന്ന് പറയപ്പെടുന്നത് മെയിൻ ആയിട്ടും തേർഡ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. തേർഡ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ് സാധാരണയായിട്ട് ഇലിയം, ILEUM എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് ആ മൈക്ക് ഒന്ന് ആരെങ്കിലും ഓഫ് ചെയ്യാവോ? എനിക്ക് എക്കോ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോ ദ ഏരിയ ഓഫ് വൈറ്റമിൻ B12 എന്നറിയപ്പെടുന്നത് ഇലിയമാണ്. മറന്നു പോകരുത്, ദ ഏരിയ ഓഫ് വൈറ്റമിൻ B12 എന്നറിയപ്പെടുന്നത് ഇലിയമാണ്. അതുപോലെ തന്നെ ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ബൈൽ സാൾട്ട്. ബൈൽ സാൾട്ടിന്റെ അബ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്, അബ്സോർപ്ഷൻ മെയിൻ ആയിട്ട് നടക്കുന്നതും ഇലിയത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ 2 പോയിന്റാണ് പഠിക്കാനുള്ളത്. ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ബൈൽ സാൾട്ട് ഈസ് ഇലിയം. മറന്നു പോകരുത്, ഇലിയമാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറയപ്പെടുന്നത് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ ഇൻഡസ്റ്റൈനൽ TB. ഇൻഡസ്റ്റൈനൽ TB നമുക്കറിയാം. TB എന്ന് പറയുന്നത് എക്സ്ട്രാ പൾമണറി TB ഉണ്ട്. ഈ എക്സ്ട്രാ പൾമണറി TB ഇമ്പോർട്ടന്റ് ആണ് ഇൻഡസ്റ്റൈനൽ TB എന്ന് അറിയപ്പെടുന്നത്. ഈ ഇൻഡസ്റ്റൈനൽ TBയിൽ ഏറ്റവും കൂടുതലായിട്ട് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ ഇൻഡസ്റ്റൈനൽ TB എന്ന് അറിയപ്പെടുന്നത് ഇലിയമാണ്. മറക്കരുത്, ഇലിയമാണ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ intestinal TB. So the area of absorption of vitamin B12, the area of absorption of bile salt, and the most common site for intestinal TB എന്ന് അറിയപ്പെടുന്നത് ഇലിയമാണ്. നമ്മൾ നേരത്തെ ഡിയോഡിനത്തിൽ പറഞ്ഞ പോലെ തന്നെ ലിംഫാറ്റിക് വെസൽസ് ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലാക്റ്റിയൽസ് എന്ന് അറിയപ്പെടുന്നത്. പേയസ് പാച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിംഫ് നോട്ട്സ് ഉണ്ട്, അതിന് നമ്മൾ സോളിറ്ററി ലിംഫ് നോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിയോഡിനത്തിലുള്ള സോളിറ്ററി ലിംഫ് നോട്ട്സ് നമ്മൾ പറയുന്ന പേരാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സോളിറ്ററി ലിംഫ് നോട്ട്സ് വിച്ച് ഈസ് സീൻ ഇൻ ദ ജെജുനം, ഇലിയം എന്നറിയപ്പെടുന്നത് പേയസ് പാച്ചസ് ആണ്. ഈ പേയസ് പാച്ചസിന്റെ ഇൻഫ്ലമേഷൻ ആണ് സാധാരണയായിട്ട് ടൈഫോയിഡ് ഫീവറിൽ വരാറുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, ആൻഡ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് ക്ലാസിക്കൽ ഗട്ട് ഹോർമോൺ ട്രയാഡ് എന്നറിയപ്പെടുന്നത്. അതായത് 3 ഹോർമോൺ ആണ്, 3 സെക്രീഷൻസ് ആണ് സാധാരണയായിട്ട് ഗട്ടിനകത്ത് നിന്ന് വരുന്നത്. സെക്രീറ്റ് നമ്മൾ പറഞ്ഞു ഫ്രം ദ ഡിയോഡിനൻ, ഗ്യാസ്ട്രിൻ ആൻഡ് കോളിസിസ്റ്റോകൈൻ. കോളിസിസ്റ്റോകൈനും സെക്രീറ്റിനും സാധാരണയായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് അബൌട്ട് ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. സോ ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ നമുക്കറിയാം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിനാണ് നമ്മൾ സാധാരണയായിട്ട് ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. സോ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.5 മീറ്റർ. ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പേരിൽ മാത്രമേ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ സ്മോൾ എന്നേ ഉള്ളൂ, പക്ഷേ ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദി GIT എന്ന് അറിയപ്പെടുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. 5 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻഡഡ് ആയിട്ട്, 8 മീറ്റേഴ്സ് ആയിരിക്കും ഡിസ്റ്റൻഡഡ് ആയിട്ട് വരുന്നത്. പക്ഷെ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ മെയിൻ ലെങ്ത് എന്ന് പറയുന്നത് ഓൺലി 1.5 മീറ്റേഴ്സ് ആയിരിക്കും. അതിന്റെ പാർട്ടാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് സീക്കം. സീക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ കോളൻ ആണ്. കോളൻ ലാർജ് ഇൻറ്റെസ്റ്റൈൻ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് കോളൻ എന്ന് പറയുന്നത്. ഈ കോളന്റെ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ വൈഡസ്റ്റ് പാർട്ട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സീക്കാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഡ്യൂസ് അസെപ്ഷൻ എന്ന്, അല്ലെ? ഇൻഡ്യൂസ് അസെപ്ഷൻ. ഇൻഡ്യൂസ് അസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും? ടെലസ്കോപ്പിംഗ്. ടെലസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര ഒരു വലിപ്പമുള്ള ഉള്ളിലോട്ട് കയറി. അപ്പോ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ഇലിയം. പക്ഷെ ഇലിയത്തെക്കാളും കമ്പാരിറ്റീവ്ലി വലിപ്പം കൂടുതലായിരിക്കും സീക്കത്തിന്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദർ ഈസ് എനി എക്സസീവ് പെരിസ്റ്റാൾസിസ് ഒക്കേഴ്സ്, അതായത് എസ്പെഷ്യലി ഇത് കാണപ്പെടുന്നത് പീഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയുന്നുണ്ടാവും. സിവിയർ ഡയറി ആയിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടി 2-3 ദിവസം സിവിയർ ഡയറി ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ആ കുട്ടിക്ക് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രോഗ്രസീവ് ആയിട്ട് പേഷ്യന്റ് അബ്ഡോമിൻ എന്തായിരിക്കും വീർത്തുകൊണ്ടിരിക്കും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് വരുന്ന സമയത്ത് ലോവർ കമ്പാരിറ്റീവ്ലി സ്മോൾ പോർഷൻ ആസ് കമ്പയർഡ് ടു ദ സീക്കം. ഇലിയം എന്ന് പറയുന്നത് സീക്കത്തിന്റെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി സ്മോൾ പോർഷൻ ആണ്. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കയറിപ്പോകും. ദാറ്റ് ഈസ് ടെലസ്കോപ്പിക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ് അസെപ്ഷന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പാർട്ട് എന്നറിയപ്പെടുന്നത് ഇലിയോസീക്കൽ ജംഗ്ഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പീഡിയാട്രിക് സൈഡിൽ ചോദിക്കാം. ഇലിയോസീക്കൽ ജംഗ്ഷൻ ഈസ് ദ മെയിൻ പാർട്ട് അല്ലെങ്കിൽ ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ
ഇൻഡ്യൂസ് സസെപ്ഷൻ. ഓക്കെ, ഇനി ഇൻഡ്യൂസ് സസെപ്ഷൻ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കപ്പ് ആൻഡ് സോസർ ഇതായിരിക്കും കിട്ടുന്നത്. അതായത് കപ്പിനകത്ത് ഒരു സോസറിനകത്ത് കപ്പ് വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും ഈ പറയുന്നത്. ഇത് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അത് നമ്മൾ പീഡിയാട്രിക്കിൽ പഠിക്കും. എനിവേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഈസ് സീക്ക്. ആൻഡ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദ ഇൻഡ്യൂസ് സസെപ്ഷൻ മെയിൻലി ഒക്കേഴ്സ് ഇൻ ഇലിയോസീക്കൽ ജംഗ്ഷൻ. അതിന്റെ കാരണമാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞത്. ഇലിയോസീക്കൽ ജംഗ്ഷനിലാണ് ഇൻഡ്യൂസ് സസെപ്ഷൻ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് ദ മോസ്റ്റ് വൾനറബിൾ ഫോർ പെർഫറേഷൻ. സീക്കം ഈസ് ദ പാർട്ട് ഫോർ മോസ്റ്റ് വൾനറബിൾ ഫോർ പെർഫറേഷൻ. അത് മാത്രമല്ല ലീസ്റ്റ് ഫോർ ഒബ്സ്ട്രക്ഷൻസ് ഓൾസോ. ലീസ്റ്റ് ഫോർ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദ കോളൻ എന്നറിയപ്പെടുന്നത് സീക്കാണ് അല്ലെ. അപ്പോൾ മറ്റു പാർട്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പം കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? ദർ വിൽ ബി ലീസ്റ്റ് ചാൻസ് ഫോർ ഒബ്സ്ട്രക്ഷൻ. ലീസ്റ്റ് ചാൻസ് ഫോർ ഒബ്സ്ട്രക്ഷൻസ് ആയിരിക്കും, പക്ഷേ മോസ്റ്റ് വൾനറബിൾ ഫോർ പെർഫറേഷൻ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് വൾനറബിൾ ഫോർ പെർഫറേഷൻ ആൻഡ് ലീസ്റ്റ് വൾനറബിൾ ഫോർ ഒബ്സ്ട്രക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിന്റ് അതിനകത്തുണ്ട്, മറന്നു പോകരുത്. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ അമീബിയാസിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ അമീബിയാസിസിന്റെ GIT എന്നറിയപ്പെടുന്നതും ഏതാണ്? സീക്കാണ്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുകയാണ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ അമീബിയാസിസ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്റ്റൊമക്ക് എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് സീക്കം, അസെൻഡിങ് കോളൻ, ഡിസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ എന്ന് തരികയാണെങ്കിൽ ആൻസർ ഈസ് സീക്കം. Cecum is the most common site for amoebiasis. It is the most common site for perforation, but least common for obstruction. That's important topic. The first part is cecum, and the second part is called ഒരു പാർട്ടും കൂടെ ഉണ്ട്, നമ്മുടെ അതിനകത്തില്ല. അസെൻഡിങ് കോളം. അസെൻഡിങ് കോളം നത്തിങ് ബട്ട് മുകളിലേക്ക് കയറുന്ന ആ പാർട്ടിനെയാണ് അസെൻഡിങ് കോളം എന്ന് പറയുന്നത്. ആൻഡ് ദ ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ ഇസ് ഡിസെൻഡിങ് കോളൻ. ഡിസെൻഡിങ് കോളൻ എന്ന് പറയുന്നത് അതായത് സീക്കം കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്ന ഈ പാർട്ടിന് നമ്മൾ അസെൻഡിങ് കോളൻ എന്ന് പറയും. ഈ പാർട്ടിന് നമ്മൾ ട്രാൻസ്വേഴ്സ് കോളൻ എന്ന് പറയും. താഴേക്ക് വരുന്ന ഈ പാർട്ടിന് നമ്മൾ ഡിസെൻഡിങ് കോളൻ എന്ന് പറയും. ഇഫ് ദ ഡിസെൻഡിങ് കോളം, അതായത് ഈ നമ്മുടെ പെൽവിക് ക്യാവിറ്റിക്കകത്ത് ഉള്ള, അല്ലെങ്കിൽ പെൽവിസിനകത്ത്, പെൽവിസ് തുടങ്ങുന്ന ആ ഭാഗത്ത് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസെൻഡിങ് കോളത്തിന്റെ പാർട്ട് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സിഗ്മോയിഡ് കോളൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്. sigmoid colon എന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ദ പാർട്ട് ഓഫ് ഡിസെൻഡിങ് കോളം വിച്ച് ഈസ് സീൻ ഇൻസൈഡ് ദ പെൽവിസ് ഈസ് കോൾഡ് സിഗ്മോയിഡ് കോളൻ. സിഗ്മോയിഡ് കോളൻ എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ നാരോവസ്റ്റ് പാർട്ട് ഓഫ് ദ കോളൻ ഈസ് സിഗ്മോയിഡ് കോളൻ. വൈഡസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു സീക്കാണെന്ന്, അതുപോലെ തന്നെ ദ നാരോവസ്റ്റ് പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് sigmoid colon. So the sigmoid colon is the narrowest part of the colon and the widest part of the colon is called cecum. That's important. And the part of descending colon which is seen in the pelvis is called sigmoid colon. Okay. And rectum, anal canal, slightly dilated part and anal canal. Anal canal നമുക്ക് പഠിക്കാനുള്ളത് external sphincter ഉണ്ട്, internal sphincter ഉണ്ട്. External sphincter എന്ന് പറയുന്നത് voluntary control ആയിരിക്കും. We can control the external sphincter. But internal sphincter എന്ന് പറയുന്നത് autonomic nervous system ആയിരിക്കും. That means it's not comes under our control, but the external sphincter is comes under our control. Okay. അടുത്തൊരു ടോപ്പിക് പറയുന്നതാണ് ബോർബോറിജ്മി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റബ്ലിംഗ് സൗണ്ട് ഇൻ ദ ബവൽ. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ റബ്ലിംഗ് സൗണ്ട് ഇൻ ദ ബവൽ ഈസ് കോൾഡ് ബോർബോറിജ്മി. BORBORYGMI, ബോർബോറിജ്മി. ഓക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫംഗ്ഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് സിന്തസിസ് ഓഫ് വൈറ്റമിൻ കെ ആൻഡ് ഫോളിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് commensals which is present in the large intestine and folic acid. ഈ നമ്മുടെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് വൈറ്റമിൻ കെ, അതായത് ന്യൂ ബോൺസിന് മെയിൻ ആയിട്ട് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ ആഫ്റ്റർ ദ ബർത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ intestinal lumen of large intestinal lumen is sterile ആയിരിക്കും. പിള്ളേരുടെ intestinal lumen എന്ന് പറയുന്നത് sterile ആയിരിക്കും. So there will be no production or no synthesis of vitamin K. So that will ultimately causes vitamin K deficiency. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുള്ളത്, കുട്ടികൾക്ക്, അതായത് ന്യൂ ബോൺസിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നമ്മൾ വൈറ്റമിൻ കെ അഡ്മിനിസ്റ്റർ ചെയ്യാറുള്ളത്. ആൻഡ് ദ കോമൺ സാൽസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ intestine, ലാർജ് intestine എന്ന് പറയുന്നത് ഈക്കോളൈ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ് ഉണ്ട്, ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈക്കോളയാണ്, മറന്നു വരുന്നത് ഈക്കോളൈ. അതുപോലെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ വൺ ഓഫ് ദ മേജർ ഫംഗ്ഷൻ ആണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ലാർജ് എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ ദ മെയിൻ പോർഷൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഈസ് ഒക്കേഴ്സ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് മേജർ പോർഷൻ ഓഫ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ മെയിൻ ആയിട്ട് ഇൻറ്റസ്റ്റൈനിൽ
നടക്കുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഉണ്ട്, മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി ഡീഫിക്കേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് ലിവർ. ലിവർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്, മെയിൻ ഓർഗൻ ആണ്. അതായത് മൗത്ത്, ഫാരിങ്സ്, എസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ പറയുന്നത് മെയിൻ പാർട്ടാണ്. ഇനി നമ്മുടെ ഡൈജഷനെ സഹായിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് പർപ്പസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് വരുന്ന ചില പാർട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട് വരുന്നത് ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ഈ ആക്സസറി ഓർഗൻസിൽ പ്രധാനപ്പെട്ടതാണ് ലിവർ, പാൻക്രിയാസ്, അതുപോലെ തന്നെ ബൈൽ, നമ്മുടെ ഗോൾ ബ്ലാഡർ, അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ്. ഇത് നാലും പ്രധാനമായിട്ടും ആക്സസറി ഓർഗൻസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്സസറി ഓർഗൻ ഇൻ ദ GIT. അപ്പൊ അത് ഓർത്തിരിക്കണം, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ ആൻഡ് സലൈവറി ഗ്ലാൻഡ്സ്. ഓക്കെ, അതിനകത്ത് ലിവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ കെമിക്കൽ ഫാക്ടറി ഓഫ് ദ ബോഡി. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ കെമിക്കൽ ഫാക്ടറി ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ലിവർ. കെമിക്കൽ ഫാക്ടറി ഓഫ് ദ ബോഡിയാണ് ദ പവർ ഹൗസ് ഓഫ് ദ ബോഡി എന്ന് അറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ. വെരി ഗുഡ്. മൈറ്റോകോൺഡ്രിയാണ് പവർ ഹൗസ് ഓഫ് ദ ബോഡി എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ദ കെമിക്കൽ ഫാക്ടറി ഓഫ് ദ ബോഡി എന്ന് അറിയപ്പെടുന്നത് ലിവർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദെൻ ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ലിവർ ആണ്. അങ്ങനെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ് ദ ലാർജസ്റ്റ് ഏത് ഗ്ലാൻഡ് ആണ്? ലിവർ എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? എക്സോക്രൈൻ. വെരി ഗുഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് ദ ലാർജസ്റ്റ് എക്സോക്രൈൻ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ തന്നെയാണ്. എക്സോക്രൈൻ ആണ് മെയിൻ ആയിട്ട് ലിവർ. അതുകൊണ്ട് തന്നെ ലിവറിനെ നമ്മൾ പറയുന്ന വേറെ പേരാണ് ലാർജസ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബോയിഡ് ഹെപ്പാറ്റോസൈറ്റ്സ്. ക്യൂബോയിഡ് ഹെപ്പാറ്റോസൈറ്റ്സ് ആണ് മെയിൻ ആയിട്ടും ലിവറിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. വെയിറ്റ് ഇമ്പോർട്ടന്റ് അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ദ മാക്രോഫേജസ് വിച്ച് ഈസ് സീൻ ഇൻ ദ ലിവർ ഈസ് കോൾഡ് കുപ്പർ സെൽസ്. ഇമ്പോർട്ടന്റ് ആണ്, കുപ്പർ അല്ല, കുഫർ ഉണ്ട്, F ഉണ്ട് കേട്ടോ, KUPPFER ഉണ്ട്. Kupfer cell, KUPFFER. Okay, so the Kupfer cells are the macrophages which is seen in the liver, which is helpful for the antimicrobial activity. നമ്മുടെ ലിവറിന്റെ antimicrobial activity കാരണമായിട്ടുള്ള macrophages എന്ന് അറിയപ്പെടുന്നത് Kupfer cells ആണ്. ഇമ്പോർട്ടന്റ് ആണ്, Kupfer cells which is seen in the liver. Okay, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന സാധനം, കൊറോണറി ലിഗമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർഡിയാക് ഇഞ്ചറി സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എഴുതും, ഇപ്പൊ നിങ്ങൾ എഴുതും ഈസോഫാഗസ് എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർ പ്രധാനമായിട്ട് എഴുതുന്നത് എന്തായിരിക്കും? ഹാർട്ട് ആയിരിക്കും. അതുപോലെ തന്നെയാണ് കൊറോണറി ലിഗമെന്റ്സ്. കൊറോണറി റിലേറ്റഡ് ടു ഹാർട്ട് എന്ന് നമുക്കറിയാം, പക്ഷെ മറന്നു പോകരുത്, കൊറോണറി ലിഗമെന്റ്സ് ആർ സീൻ ഇൻ ലിവർ. അത് മാത്രം പഠിച്ചിരുന്നാൽ മതി. ശരിക്കും ഇത് പറയുന്നത് ഇറ്റ് വിൽ അറ്റാച്ച് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി ലിവർ ടു ദ ഡയഫ്രം. നമുക്കറിയാം റൈറ്റ് എപ്പിഗാസ്ട്രിക് റീജിയനിലാണ് സാധാരണയായിട്ട് ലിവർ കാണപ്പെടുന്നത്. സോ ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി ലിവർ ഈസ് അറ്റാച്ച്ഡ് ടു ദി ലിവർ ഡയഫ്രം ബൈ ദ ഹെൽപ്പ് ഓഫ് കൊറോണറി ലിഗമെന്റ്സ്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, കൊറോണറി ലിഗമെന്റ്സ് ആർ സീൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ആയിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ഹാർട്ട് ഉണ്ടാവും. ഹാർട്ട് എഴുതരുത്, തെറ്റാണ്. കൊറോണറി ലിഗമെന്റ്സ് ആർ സീൻ ഇൻ ലിവർ, അതാണ് ഇമ്പോർട്ടന്റ്. ആൻഡ് ഫാൾസിപാറ ലിഗമെന്റ്സ് ഓൾസോ ദാറ്റ് ഈസ്, നമുക്കറിയാം ലിവറിന് 2 ലോബ്സ് ഉണ്ട്, റൈറ്റ് ലോബും അതുപോലെ തന്നെ ലെഫ്റ്റ് ലോബും. ഈ റൈറ്റ് ലോബിനെയും ലെഫ്റ്റ് ലോബിനെയും കണക്ട് ചെയ്യുന്ന ലിഗമെന്റ് ആണ് ഫാൾസിപാറ ലിഗമെന്റ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം, ഫാൾസിപാറ ലിഗമെന്റ് സീൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കൊറോണറി ലിഗമെന്റ്സ് ആർ സീൻ എന്ന് ചോദിക്കാം. ഈ 2 ലിഗമെന്റും ഫാൾസിപാറ ലിഗമെന്റ് ആണെങ്കിലും കൊറോണറി ലിഗമെന്റ് ആണെങ്കിലും വിച്ച് ഈസ് സീൻ ഇൻ ലിവർ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ മറന്നു വരുത്, ലാർജസ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, ലാർജസ്റ്റ് ഗ്ലാൻഡ് തന്നെയാണ്. സോ ക്യാൻ യു ടെൽ മീ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? തൈറോയ്ഡ് ഗ്ലാൻഡ്. വെരി ഗുഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, ഓർത്തിരിക്കണം, ലാർജസ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ് ലിവർ ആണ്. കുപ്പർ സെൽസ് ആർ ദ മാക്രോഫേജസ് വിച്ച് ഈസ് സീൻ ഇൻ ദ ലിവർ. ഓക്കെ, സോ നമുക്കറിയാം ലിവറിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ വൺ ഓഫ് ദ മേജർ ഫംഗ്ഷൻ എന്ന് പറയപ്പെടുന്നതാണ് ഡിടോക്സിഫിക്കേഷൻ ഓഫ് അമോണിയ. ഡിടോക്സിഫിക്കേഷൻ ഓഫ് അമോണിയ ആണ് മെയിൻ ആയിട്ട്, വിച്ച് ഈസ് മെയിൻലി ഒക്കേഴ്സ് ഇൻ ലിവർ. ദാറ്റ് മീൻസ് ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയെ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ hepatocytes or liver through a cycle that is called urea cycle. Actually this comes under biochemistry. നമുക്ക് പറയാൻ പറ്റത്തില്ല, ബയോകെമിസ്ട്രിക്കകത്ത് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് യൂറിയ സൈക്കിൾ. യൂറിയ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനദർ നെയിം ഫോർ യൂറിയ സൈക്കിൾ. യൂറിയ സൈക്കിൾ എന്താന്ന് ഞാൻ പറഞ്ഞു, ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയയെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ മാറ്റും. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് യൂറിയോടെലിക് ആണ്. നിങ്ങൾ +2 എടുത്തു കഴിഞ്ഞവർക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും. നമ്മളെന്ന് പറയുന്നത് യൂറിയോടെലിക് ആണ്. ഫിഷ് അതുപോലെ അക്വാട്ടിക് ആനിമൽസ് എന്ന് പറയുന്നത് അമോണോടെലിക് ആണ്.
അതുപോലെ റെപ്റ്റൈൽസ് പോലെയുള്ള സംഭവങ്ങൾ യൂറിക്കോട്ടലിക് ആണ്. അതൊന്നും നമുക്ക് പഠിക്കുന്നത് ദാറ്റ് ഈസ് കംസ് അണ്ടർ ബയോളജി. കഴിഞ്ഞ DME ആണെങ്കിൽ നമുക്ക് അതൊക്കെ പഠിക്കണമായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും വേണ്ട. സോ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആയിട്ട് മാറ്റുന്നത് ഈ പറയുന്ന ലിവറിൽ വെച്ചിട്ടാണ്. ദാറ്റ് കംസ് അണ്ടർ യൂറിയ സൈക്കിൾ. സോ ദ അനദർ നെയിം ഫോർ യൂറിയ സൈക്കിൾ ഈസ് കോൾഡ് ഓർണിത്തിൻ സൈക്കിൾ. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓർണിത്തിൻ സൈക്കിൾ എന്നാണ് യൂറിയ സൈക്കിൾ എന്ന് പറയപ്പെടുന്നത്. ഇൻ വിച്ച് ദ ഹൈലി ടോക്സിക് അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ. അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ. അടുത്ത ഒരു സൈക്കിൾ കാര്യം പറയാനുള്ളത് യൂറിയ സൈക്കിൾ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. T3 സൈക്കിള്, T4 സൈക്കിള്, അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അസറ്റൈൽ കോയ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് മെറ്റാബോളിക് സൈക്കിൾ ടു ബി ഡിസ്കവേർഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഫസ്റ്റ് മെറ്റാബോളിക് സൈക്കിൾ ഉണ്ട് എന്നുള്ളതും അതിനകത്ത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള സൈക്കിൾ എന്നറിയപ്പെടുന്നത് യൂറിയ സൈക്കിളാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കിൾ ഹാസ് ബീൻ ഡിസ്കവേർഡ് ഫസ്റ്റ് എന്ന് ചോദിക്കാം. ദ ഫസ്റ്റ് മെറ്റാബോളിക് സൈക്കിൾ ടു ബി ഡിസ്കവേർഡ് ദാറ്റ് ഈസ് ദ യൂറിയ സൈക്കിൾ. ഇപ്പൊ TCA സൈക്കിളോ അല്ലെങ്കിൽ T3 സൈക്കിളോ T4 സൈക്കിളോ ഒന്നുമല്ല. ആൻസർ ഈസ് യൂറിയ സൈക്കിൾ. ചിലപ്പോൾ യൂറിയ സൈക്കിൾ തന്നെ ചോദിക്കാം. അത് ചിലപ്പം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഓർണിത്തിൻ സൈക്കിൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് യൂറിയ സൈക്കിൾ ഈസ് അതർവൈസ് കോൾഡ് ഓർണിത്തിൻ സൈക്കിൾ, വിച്ച് ഈസ് സീൻ which will convert the highly toxic ammonia into the less toxic urea. And another point എന്ന് പറയുന്നത് ലിവറിലാണ് നടക്കുന്നത്. ലിവറിൽ തന്നെ മൈറ്റോകോൺട്രിയ ഓഫ് ദ ലിവർ സെൽസ്. അപ്പോൾ മൈറ്റോകോൺട്രിയ ഓഫ് ദ ലിവർ സെൽസിലാണ് പ്രധാനമായിട്ട് യൂറിയ സൈക്കിൾ നടക്കുന്നത്. ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ലിവർ എന്ന് തന്നെ എഴുതാം. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി മൈറ്റോകോൺട്രിയ ഓഫ് ദ ലിവർ സെൽസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. മറന്നു വരുന്നത് ഓർണിത്തിൻ സൈക്കിൾ യൂറിയ സൈക്കിൾ ആണ്. ഫസ്റ്റ് മെറ്റാബോളിക് സൈക്കിൾ ടു ബി ഡിസ്കവേർഡ് ആണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഓഫ് ദ ലിവർ സെൽസിനാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ. ഓക്കെ, ഫംഗ്ഷൻസ് നമുക്കറിയാം. മെറ്റാബോളിസം ഓഫ് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മെറ്റാബോളിസം ഓഫ് എത്തനോൾ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, എത്തനോളിന്റെ ഡീടോക്സിഫിക്കേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആൽക്കോളിക് പേഷ്യൻസിന് കൂടുതലായിട്ട് എന്ത് കാണുന്നത്, സിറോസിസ് കാണുന്നത്. ഇപ്പോൾ സിറോസിസ് ഡിസീസ് കണ്ടീഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സിറോസിസ് തന്നെ പലതരത്തിലുള്ളതുണ്ട്. ആൽക്കോളിക് സിറോസിസ്, അതർവൈസ് കോൾഡ് മൈക്രോനോഡുലാർ സിറോസിസ്, അതർവൈസ് കോൾഡ് ലെനക്സ് സിറോസിസ് എന്നൊക്കെ പറയും. ലെനക്സ് സിറോസിസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മൈക്രോനോഡുലാർ സിറോസിസ് ഓർ ലെനക്സ് സിറോസിസ് എന്ന് പറയുന്ന ആൽക്കോളിക് സിറോസിസ് ആണ്. അതുപോലെ തന്നെ ഇൻഫെഷ്യസ് ഡിസീസ് കൊണ്ടുള്ള പോസ്റ്റ് ഇൻഫെഷ്യസ് സിറോസിസ് ഉണ്ട്, കാർഡിയാക് സിറോസിസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സിറോസിസ് ഉണ്ട്. സോ മെറ്റാബോളിസം ഓഫ് എത്തനോൾ ഈസ് വൺ ഓഫ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ലിവർ. അതുപോലെ തന്നെ RBC ബ്രേക്ക് ഡൗൺ നടക്കുന്നതും, അതുപോലെ തന്നെ ഡിഫൻസ് അഗൈൻസ്റ്റ് മൈക്രോ ഓർഗാനിസം, ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. വൈറ്റമിൻ എ സിന്തസിസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ ഓഫ് ബൈൽ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സ്റ്റോറേജ് ഓഫ് ADEK. ADEK എന്ന് പറയുന്ന സംഭവം എന്താണ് ശരിക്കും? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം റിലേറ്റ് ചെയ്തും കൂടെ നമുക്ക് പഠിക്കാം. ഡിസീസ് കണ്ടീഷൻ പറയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഫെയിലറിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് ചോദിക്കാം. എന്നിട്ട് തരാം വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ C, വൈറ്റമിൻ A എന്ന് തരാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തരാം. സോ ദ ആൻസർ ഈസ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും മെയിൻ ആയിട്ട് എന്തിനകത്ത് വരിക, ലിവർ ഡിഫക്റ്റിൽ വരിക. ബിക്കോസ് സ്റ്റോറേജ് ഓഫ് വൈറ്റമിൻ ADEK, ദാറ്റ് മീൻസ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഈസ് മെയിൻലി ഒക്കേഴ്സ് ഇൻ ദ ലിവർ. ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് ആണ് സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. ഈ പ്ലാസ്മ പ്രോട്ടീന്റെ സിന്തസിസിന്റെ ഡിഫക്ട് കൊണ്ടാണ് പേഷ്യന്റ് എന്ത് വരുന്നത്, അസൈറ്റിസ് ഒക്കെ വരുന്നത്. അത് അസൈറ്റിസ് പോലെയുള്ള എഡിമ പോലെയുള്ള കണ്ടീഷൻ വരുന്നത് ഈ പറയുന്ന സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീന്റെ ഡിഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, ദെൻ അബൌട്ട് ദ ഗോൾ ബ്ലാഡർ. വലുതായിട്ടും നമുക്ക് പഠിക്കാനുള്ള ആളുള്ളത് പിയർ ഷേപ്പ് 60 ഗ്രാം ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദ വെയിറ്റ് ഓഫ് ദ ഗോൾ ബ്ലാഡർ ഈസ് 60 ഗ്രാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പറഞ്ഞത് റിസർവോയർ ഓഫ് ബൈൽ ഉണ്ട്, അതായത് ബൈൽ ഈസ് സെക്രീറ്റഡ് ബൈ ദ ലിവർ ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഗോൾ ബ്ലാഡർ. കോൺസെൻട്രേഷൻ ഓഫ് ബൈൽ ആൻഡ് റിലീസ് ഓഫ് സ്റ്റോർഡ് ബൈൽ. ഒന്ന് റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് ബൈൽ ആക്കുക, അതുപോലെ തന്നെ റിലീസ് ഓഫ് സ്റ്റോർഡ് ബൈൽ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബിലിറുബിൻ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ബിലിറുബിൻ ആണ്. ബിലിറുബിൻ ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എറിത്രോസൈറ്റ്സ്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇൻസൊല്യൂബിൾ വൺ, but in the liver it will be conjugated with glucuronic acid. Important ആണ്. The insoluble bilirubin is converted into soluble, water soluble bilirubin with the presence or with the help of which of the following chemical substance ആയിരിക്കും. Answer is glucuronic acid. മറക്കരുത്, glucuronic acid is responsible for converting insoluble bilirubin into soluble, water soluble bilirubin, and the bilirubin is excreted in two forms. First one is stercobilinogen
and urobilinogen. Urobilinogen through the urine, and stercobilinogen is through the fecal matter. So fecal matter, through the fecal matter, stercobilinogen is excreted, and through the urine it is urobilinogen. So through the urine, urobilinogen will be excreted from the body. Okay. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് വൺ, ദാറ്റ് ഈസ് ബൈൽ സാൾട്ട്. സോഡിയം ടോറോക്ലോറേറ്റും അതുപോലെ തന്നെ സോഡിയം ഗ്ലൈക്കോളേറ്റും. സോ സോഡിയം ഗ്ലൈക്കോക്ലോറേറ്റും അതുപോലെ സോഡിയം ടോറോക്ലോറേറ്റും ആണ് ബൈൽ സാൾട്ടിന്റെ മെയിൻ ഫോംസ് എന്ന് പറയുന്നത്. ബൈൽ പിഗ്മെന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ബിലിറുബിൻ ആണ്. ബിലിറുബിൻ തന്നെ ബിലിറുബിനും അതുപോലെ തന്നെ ബിലിവിറിഡിനും ആണ് ബൈൽ പിഗ്മെന്റ് വരുന്നത്. ബൈൽ സാൾട്ട് വരുന്നത് സോഡിയം ടോറോക്ലോറേറ്റും അതുപോലെ തന്നെ സോഡിയം ഗ്ലൈക്കോലേറ്റും. ഓക്കെ. സോ ഇച്ചിരി കൂടെ നമുക്ക് പറയാനുണ്ട്, ബട്ട് ടൈം ഈസ് എൻഡിങ് നൗ. സോ ജസ്റ്റ് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും കൂടെ നമുക്ക് പറയാം. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒരുപാട് എക്സാംസിൽ വന്നിട്ടുള്ളതുമാണ്. The stool occult blood, that means the presence of blood in the stool will be determined by a test that is called Guyac test. So Guyac test, GUAIAC, Guyac test എന്നാണ് നമ്മൾ ആ ടെസ്റ്റ് പറയുന്നത്. The stool occult blood. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ബ്ലഡ് കാണാം. ഒന്ന് ഫ്രഷ് ബ്ലഡും കാണാം, രണ്ട് എന്താ പറയുക ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുള്ള ബ്ലഡും കാണാം. സോ ഡാർക്ക് ബ്രൗൺ ആയിട്ട് അല്ലെങ്കിൽ ഡാർക്ക് റെഡ് ആയിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മലീന എന്നാണ് പറയുന്നത്, മലീന. ബട്ട് സോ ഫ്രഷ് ബ്ലഡിന് നമ്മൾ പറയുന്ന പേരാണ്, പറയാൻ പറ്റും ആർക്കെങ്കിലും? ഹെമാറ്റോചേസിയ. സോ ഹെമാറ്റോചേസിയ എന്നാണ് നമ്മൾ ഫ്രഷ് ബ്ലഡിനെ പറയുന്നത്. ഡാർക്ക് ബ്രൗൺ റെഡിന് നമ്മൾ പറയുന്ന പേരാണ് മലീന എന്ന് പറയുന്നത്. സോ ഈ മലീന എന്ന് പറയുന്നത് അപ്പർ GAT-യിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പർ GAT-യിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിലാണ് നമ്മൾ മലീന എന്ന് പറയുന്നത്. ലോവർ GAT, ദാറ്റ് മീൻസ് അപ് ടു ഡിയോഡിനം വരെയാണ് നമ്മൾ അപ്പർ GAT എന്ന് പറയുന്നത്. ഡിയോഡിനത്തിന് താഴെ നമ്മൾ ലോവർ GAT എന്ന് പറയുന്നത്. സോ ലോവർ GAT-ക്കകത്ത് വരുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെമാറ്റോചേസിയ. അതായത് ഫ്രഷ് ബ്ലീഡ് ആയിരിക്കും സാധാരണയായിട്ട് പേഷ്യന്റ് വരുന്നത്. ഈ ഗുയാക് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിറ്റക്ട് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ഗുയാക് ടെസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ കോളൻ ക്യാൻസർ. കോളൻ ക്യാൻസർ എന്നുള്ള ടെസ്റ്റ് പറയുന്ന പേരാണ് ഗുയാക് ടെസ്റ്റ്. ദ അനദർ നെയിം ഫോർ ഗുയാക് ടെസ്റ്റ് ഈസ് കോൾഡ്, പറയാൻ പറ്റുമോ? So the another name for Guyac test is called ortolidine test. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. ഓർട്ടോളിഡിൻ ടെസ്റ്റ് ആണ് സാധാരണയായിട്ട് ഗുയാക് ടെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓർട്ടോളിഡിൻ ടെസ്റ്റ്? റെസിജ്വൽ ക്ലോറിന്റെ അളവ്. റെസിജ്വൽ ക്ലോറിന്റെ അളവിന് നമ്മൾ പറയുന്ന പേരാണ് ഓർട്ടോളിഡിൻ ടെസ്റ്റ്. സോ വാട്ട് യു മീൻ ബൈ ഓർട്ടോലാനീസ് ടെസ്റ്റ്? Congenital hip displacement. That means CHD, congenital hip dysplasia നമ്മൾ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്ന പേരാണ് ഓർട്ടോലാനീസ് ടെസ്റ്റ്. ഓർട്ടോടോളിഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? റെസിജ്വൽ ക്ലോറിന്റെ അളവ് നോക്കാനുള്ളതാണ്. ഓർട്ടോളിഡിൻ ടെസ്റ്റ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഗുയാക് ടെസ്റ്റ് ആണ്. അപ്പൊ അത് മറന്നു പോകരുത്. ഓർട്ടോളിഡിൻ ടെസ്റ്റ് ഈസ് ഫോർ ഗുയാക് ടെസ്റ്റ്, ഓർത്തോടോളിഡിൻ ടെസ്റ്റ് ഫോർ റെസിജ്വൽ ക്ലോറിൻ, ഓർട്ടോലാനീസ് ടെസ്റ്റ് ഫോർ CHD. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ മാറിപ്പോകരുത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ എക്സാക്ട് പറയാൻ പറ്റും. ഓക്കെ. സോ ദ സെക്കൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റ്. ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ ഇൻഡസ്റ്റൈനും. ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ ഇൻഡസ്റ്റൈൻ ആൻഡ് ദ കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ ഈസ് ഇവാലുവേറ്റഡ് ബൈ എ ടെസ്റ്റ് ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റ്. ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഹൈഡ്രജൻ ബ്രത്ത് ടെസ്റ്റ്. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് ആണ് യൂറിയ ബ്രത്ത് ടെസ്റ്റ്. യൂറിയ ബ്രത്ത് ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് H. pylori. വാട്ട് യു മീൻ ബൈ H. pylori? ഹെലിക്കോബാക്ടർ പൈലോറി. ദ കോമണസ്റ്റ് കോസ് ഫോർ എന്തിനുള്ളായിരുന്നു? പെപ്റ്റിക് അൾസർ. മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ ആണ് ഹെലിക്കോബാക്ടർ പൈലോറി. സോ ഈ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എന്ത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ സോ ദ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ടെസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് യൂറിയ ബ്രത്ത് ടെസ്റ്റ്. സോ യൂറിയ ബ്രത്ത് ടെസ്റ്റ് നമ്മൾ പറയുന്ന പേരെങ്കിൽ യൂറിയ ബ്രത്ത് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ഹെലിക്കോബാക്ടർ പൈലോറി. ഓക്കെ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബേരിയം എനീമ,
ബേരിയം എനീമ നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും വരുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് 3 കണ്ടീഷനേ ഉള്ളൂ: ബ്ലീഡിങ്, ഒബ്സ്ട്രക്ഷൻ ആൻഡ് പെർഫറേഷൻ. പെർഫറേഷൻ ഉള്ള സമയത്തും ഒബ്സ്ട്രക്ഷൻ ഉള്ള സമയത്തും അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉള്ള സമയത്തും വി ആർ നോട്ട് ഡൂയിങ് ബേരിയം എനീമ. ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബേരിയം എനീമ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റ് സ്റ്റൂൾ എന്ന് പറയുന്നത് ചാക്കി വൈറ്റ് സ്റ്റൂൾ ആയിരിക്കും. ചാക്കി വൈറ്റ് സ്റ്റൂൾ ആയിരിക്കും സാധാരണയായിട്ട് പേഷ്യന്റിന് ആഫ്റ്റർ ദ പ്രൊസീജിയർ കാണുന്നത്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ടെസ്റ്റ് വിത്ത് അയഡിൻ. നമുക്കറിയാം അയഡിൻ കോമ്പണൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത് പേഷ്യന്റ്, അത് തന്നെ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അയഡിൻ കോമ്പണൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, പറയാൻ പറ്റുമോ? സീ ഫുഡ് അലർജി. എക്സാക്ട്ലി, അതാണ് അതിന്റെ ഏറ്റവും ആപ്ലിക്കേഷൻ ലെവൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്, മറന്നു വരുത്. സീ ഫുഡിനോട് അലർജി ഉണ്ടോ? ദാറ്റ് മീൻസ് ഷെൽ ഫിഷ്, നമ്മളെ ഈ ചെമ്മീൻ പോലെയുള്ള അല്ലെങ്കിൽ ഈ തോടുള്ള ഫുഡുണ്ട്. ഇപ്പൊ നമ്മള് കക്കിറച്ചി അപ്പൊ അങ്ങനെയുള്ള ഫുഡ്, കല്ലുമൊക്കെ, അപ്പൊ അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഫുഡിനോടൊക്കെ അലർജി ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചോദിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അയഡിൻ അലർജി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സോ ദ സെയിം പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ while you are preparing a patient for barium enema also. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ ആഫ്റ്റർ ദ പ്രൊസീജിയർ എന്ത് കൊടുക്കണം? ലാക്സേറ്റീവ് കൊടുക്കണം ഫോർ എലിമിനേറ്റിംഗ് ദ ബേരിയം ഫ്രം ദ ബോഡി. ബേരിയം നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ലാക്സേറ്റീവ്സ് കൊടുക്കണം. സോ ദിസ് ആർ ഓൾ അബൌട്ട് ദ ബേരിയം എനീമ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ സ്റ്റൂൾ കളർ ഇമ്പോർട്ടന്റ് ആണ്, പ്രിപ്പറേഷനിൽ അയഡിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അയഡിൻ കണ്ടന്റ് കൊടുക്കുന്നതിന് എന്തെല്ലാം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം അതൊക്കെ എടുക്കണം. ആൻഡ് ലാക്സേറ്റീവ് ഷുഡ് ബി ഗിവൻ. അബൌട്ട് ദ ലിവർ ബയോപ്സി 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനിൽ നമ്മൾ സെഡേറ്റീവ്സ് കൊടുക്കും. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് PSC 2009 എല്ലാവരും PSC ചോദിച്ച ചോദ്യമായിരുന്നു. ദ സ്പെസിഫിക് നീഡിൽ യൂസ്ഡ് ഫോർ ലിവർ ബയോപ്സി, അതാണ് ഇമ്പോർട്ടന്റ്. ആൻസർ ഈസ് സിൽവർ മാൻസ് നീഡിൽ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The Silverman's needle is used for liver biopsy. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. The specific needle used for liver biopsy is called Silverman's needle. ഇമ്പോർട്ടന്റ് ആണ്. ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലായിരിക്കും. വൈ വി ആർ യൂസിങ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ? കാരണം ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടത്തുമ്പോൾ എന്ത് സംഭവിക്കുള്ളൂ? ലിവർ ഈസ് ഇൻ ദ റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് റൈറ്റ് സൈഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡ്യൂറിങ് ദ പ്രൊസീജിയർ യു ക്യാൻ ഡു supine position or left lateral position, but post operatively the patient should be keep in right lateral position. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് റൈറ്റ് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുന്നത്? ഫോർ പ്രിവെന്റിങ് ബ്ലീഡിങ് തടയാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ഓർ സുപ്പൈൻ പൊസിഷൻ ഇൻ ദ പ്രീ ഓപ്പറേറ്റീവ്, ഐ മീൻ നോൺ ഓപ്പറേറ്റീവ് ടൈം, ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ ഓർ ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈം റൈറ്റ് ലാറ്ററൽ പൊസിഷൻ, ആൻഡ് it should be assessed for bleeding and infection. അതെല്ലാം നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്യുന്നതായി തന്നെയാണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി റൈറ്റ് ലാറ്ററൽ പൊസിഷൻ, ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ ലെഫ്റ്റ് ലാറ്ററൽ ഓർ സുപ്പൈൻ പൊസിഷൻ. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. ഓക്കെ, ദെൻ അബൌട്ട് ദ പാൻക്രിയാസ്. പാൻക്രിയാസ് ഞാൻ ഇതിൽ പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോക്രൈനിൽ നമുക്ക് പറയാം, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ഡ്യുവൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാൻക്രിയാസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ട് ആസ് ബോത്ത് endocrine and exocrine, അല്ലെ? Exocrine, endocrine and exocrine. Endocrine function is done by the islets of Langerhans. That means alpha cells, beta cells and cells ഉണ്ട്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, അതുപോലെ തന്നെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഏതൊക്കെ വരുന്നത്? പാൻക്രിയാറ്റിക് അമൈലേസ് ഫോർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ആൻഡ് ലിപ്പേസ് ഫോർ ഫാറ്റ്, and trypsinogen for protein. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ദ ഗ്ലാൻഡ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് സ്വീറ്റ് ഗ്ലാൻഡ്. സ്വീറ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വീറ്റ് ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നതും നമ്മുടെ പാൻക്രിയാസ് തന്നെയാണ്. ദെൻ അനദർ പോയിന്റ് എന്ന് പറയപ്പെടുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു, തൈറോയിഡ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. അപ്പോൾ ഡ്യുവൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നുണ്ട്, സ്വീറ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നുണ്ട്, സെക്കൻഡ് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നതും പാൻക്രിയാസ് തന്നെയാണ്. നമ്മൾ എൻഡോക്രൈനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയാത്തത്. ഓക്കെ, സോ ദിസ് ആർ ഓൾ അബൌട്ട് ദ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പാൻക്രിയാസ്, about the
GIT, I mean anatomy and physiology. ഇപ്പൊ നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതിനകത്ത് ഒരു 90% പ്രീവിയസ് ഇയറിനകത്ത് വന്നിരിക്കുന്ന ചോദ്യവും വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. These are all about the brief description about the anatomy and physiology. Okay, so I hope